ഹലോ ഗായ്സ്, മല്ലു ടോക്സ് ആസ്നലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെറിയൊരു സീരീസ് പോലെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം മേജർ ആയിട്ടുള്ള ബിഗ് സിക്സ് ക്ലബ്സിലെ ഓരോ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് അവരുടെ ട്രാൻസ്ഫർ വിൻഡോ ചർച്ചകളാണ് നമ്മൾ ഈ വീക്കും അടുത്ത വീക്കുമായിട്ട് നമ്മളിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കറന്റ്ലി നമ്മുടെ കൂടെ ഇന്ന് ലിവർപൂളിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ശിവാങ് ബ്രോ ആണ് നമ്മുടെ ജോയിൻ ചെയ്യുന്നത്. ആ ഒരു സീരീസിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ലിവർപൂൾ തന്നെ നമുക്ക് തുടങ്ങാം. ഹലോ ശിവാങ് ബ്രോ. ഹായ് ബ്രോ, എന്തൊക്കെയുണ്ട്? അതെ, സുഖമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ഫുട്ബോൾ ഫാൻ ഒരു വിഷമമുള്ള ഒരു 24 to 48 hours ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതാണ്. ആസ് ഫുട്ബോൾ ഫാനിനെക്കാട്ടും ആസ് എ ഹ്യൂമൻ നമ്മൾ ചിന്തിക്കുമ്പം ഭയങ്കര വിഷമമുള്ള കാര്യം. പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു മനുഷ്യൻ, പിന്നെ ഫുട്ബോൾ ഫാൻസ്, പിന്നെയാണ് ഒരു ക്ലബിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയ്ക്ക് ഒരു പ്ലെയറിന്റെ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. ഓവർകം ഇതുവരായിട്ടും ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്ററലി ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ തിങ്സ് ഹാവ് ടു ഗോ ഓൺ. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും ഞാൻ കണ്ടു കഴിഞ്ഞ ഒരു 48 മണിക്കൂർ. ഈ ഒരു ന്യൂസ്, ജോട്ടയുടെ ന്യൂസ് ബ്രേക്ക് ആയ പിന്നെ ദുരന്തമായ മനുഷ്യങ്ങൾ ഇത്രയും ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു സിറ്റുവേഷൻ. അതേ സമയത്ത് മനുഷ്യപ്പറ്റുള്ള കുറെ പേരും ഉണ്ട്, ഫുട്ബോളിനെ ആദരിക്കുന്ന അല്ലെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ടെന്ന് തെളിയിച്ച ഒരു സിറ്റുവേഷൻ ആയിട്ടാണ്. എന്താണ് ബ്രോ ജോട്ടയുടെ സിറ്റുവേഷൻ ആസ് എ പ്ലെയർ, ആസ് എ ലിവർപൂൾ പ്ലെയർ അല്ലെങ്കിൽ ഒരു ഫുട്ബോളർ? എന്താണ് ആ ഒരു സിറ്റുവേഷൻ ഫസ്റ്റ് അറിഞ്ഞപ്പോൾ ബ്രോയിന്റെ ഫീലിംഗ്? കാരണം ഇപ്പൊ ഞാനൊരു ഫുട്ബോളറായിട്ടാണ് ജോട്ടയുടെ ഒരു സിറ്റുവേഷൻ കണ്ടത്. ലിവർപൂളിൽ കളിച്ചിരുന്ന ഒരു പ്ലെയർ ജോട്ടയാണ്. അപ്പം അത്രയും ഡെപ്തിൽ അറിഞ്ഞൊരു പ്ലെയറിനെ ബ്രോ ആ ഒരു ന്യൂസ് അറിഞ്ഞപ്പോ എന്താണ് ഫീൽ ആയത്? ഞാൻ പറഞ്ഞില്ലേ, അത് വളരെ ഷോക്കിംഗ് ആയിരുന്നു പേഴ്സണലി. ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഡിയേഗോ ജോട്ട എന്ന് കണ്ടപ്പോഴും ഞാൻ വേറെ ആരോന്ന് വിചാരിച്ചു. ഞാൻ ഫുട്ബോളർ ഡിയേഗോ ജോട്ട എന്ന് കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ എന്നിട്ടും അത് വിശ്വസിച്ചില്ല. കാര്യം മാർക്ക പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ ക്രെഡിബിൾ ആയിട്ട് മെയിൽ സ്പോട്ട് കിട്ടു തുടങ്ങിയപ്പോഴാണ് ഞാനത് എന്നിട്ടും വിശ്വസിച്ചില്ല. കാര്യം ഇത് നമുക്ക് റിയൽ ലൈഫിൽ ഫുട്ബോളിൽ ഇങ്ങനത്തെ ഇൻസിഡൻസ് വളരെ വളരെ റയറല്ലേ. അതെ അതെ, റിട്ടയർ ആയി പോയി കുറച്ച് കഴിഞ്ഞ് വയസ്സായിട്ട് ഫുട്ബോളേഴ്സ് മരിക്കാറുണ്ട്. അതിന് റിട്ടയർ ആയിട്ട് കുറെ പേര് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് മരിച്ചിട്ടുണ്ട്. പക്ഷെ കളിയുടെ ഇടയിൽ ഇപ്പൊ വളരെ റയറാണ്. ഇപ്പൊ എമിലിയാനോ സലയാണ് എന്റെ അറിവിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബെൽജിയൻ കീപ്പർ ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ വളരെ വളരെ റയർ. എന്നാലും നമ്മള് സപ്പോർട്ട് ചെയ്യുന്ന ക്ലബ് എന്നുള്ളത് പോട്ടെ, എന്നാലും ഇപ്പൊ ലൈവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ 3 ആഴ്ച മുമ്പ് പ്രീമിയർ ലീഗ് അടിച്ച് ട്രോഫി ലിഫ്റ്റ് സെലിബ്രേഷൻ കഴിഞ്ഞ് ട്രോഫി പരേഡും കഴിഞ്ഞ് അത് കഴിഞ്ഞ് നേഷൻസ് ലീഗ് അടിച്ച് അത് കഴിഞ്ഞ് ഒരാഴ്ച മുമ്പ് വെഡിങ് കഴിഞ്ഞ ഒരു ഫുട്ബോളർ എന്ന് പറയുന്നില്ല, ലിവർപൂൾ പ്ലെയർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഞാൻ ഒരിക്കലും ഇപ്പൊ പറയുന്നില്ല. ഒരു ഫുട്ബോളർ മരിക്കുക എന്ന് പറയുന്നത് അതെ ബ്രോ. നമ്മളിപ്പം ഇപ്പൊ ആസ് എ ഫുട്ബോളർ വിട്ട് ആസ് എ സ്പോർട്സ്മാൻ നമുക്ക് കുറച്ച് നാൾ മുന്നേ ഫിലിപ്പ് ഹ്യൂസ് എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ പ്ലെയറിന്റെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. ഒരു കളിക്കിടയ്ക്ക് ബോൾ കൊണ്ട് മരിച്ചു. അതൊരു ട്രാജിക് സിറ്റുവേഷനാണ്. അതേപോലെയാണ് ഇപ്പം മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആക്ടറായിരുന്നു പുള്ളി, പോൾ വാക്കർ. അത് ആക്സിഡന്റ്, അങ്ങനത്തെ കുറെ സിനാരിയോസ് വരുമ്പം നമ്മൾ ഈ സിറ്റുവേഷൻസോ ഹെയ്റ്റോ ലൈക്കോ നമ്മൾ മറന്നിട്ട് ആസ് എ ഹ്യൂമൻ, ആസ് എ സ്പോർട്സ്മാൻ, ആസ് എ എല്ലാം ചിന്തിച്ചു വരുമ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ സിറ്റുവേഷനോ അല്ലെങ്കിൽ ചുറ്റുമുള്ള നമുക്ക് അറിയുന്ന ആൾക്കാരുടെ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ നമ്മുടെ വിഷമമൊന്നും ഒന്നും അല്ലാന്ന് തോന്നിപ്പോകുന്ന സിറ്റുവേഷൻ. കാരണം 5 ദിവസം മുന്നേ വെഡിങ് കഴിഞ്ഞ ഒരു പുള്ളി, 2 കൊച്ചുങ്ങളുള്ള ഒരു പുള്ളി ഇത്രയും ഒരു സിറ്റുവേഷൻ വരിക, അതും ഒരു പേരൻസിന്റെ സിറ്റുവേഷൻ നോക്കിയാൽ 2 ചേട്ടനും അനിയനും ഒറ്റടിക്ക് ഒരു സിറ്റുവേഷനിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ട്രാജിക്. എനിക്ക് ഏറ്റവും ദേഷ്യം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് പോർച്ചുഗൽ ഫാൻസ് കുറെ പേര് ഇൻ സോഷ്യൽ മീഡിയ വന്നു, ഇറ്റ് ഈസ് ലൈക്ക് റൊണാൾഡോ ഇനി സ്റ്റാർട്ട് ചെയ്യും വേൾഡ് കപ്പിൽ. എന്ത് അട്ടർ ബുൾഷിറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനത്തെ കമന്റ്സ്. പിന്നെ ലിവർപൂളിന് ഒരു വലിയ നഷ്ടമല്ല ഈ ഒരു പ്ലെയർ. ട്രാൻസ്ഫർ ബില്ല് നമുക്കിനി ഇപ്പൊ ഇസാക്കിനെ നോക്കാം, അല്ലെങ്കിൽ യോക്കോറസിനെ നോക്കൂ.
ഈ ഒരു ലെവലിൽ ചിന്തിക്കുന്നവനൊക്കെ അവനൊക്കെ ഒരു മനുഷ്യനാണോ എന്ന് നമുക്ക് ചിന്തിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന പല കമന്റ്സും പല സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ഇപ്പൊ നമ്മൾ നമുക്ക് പല ഫുട്ബോൾ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവല്ലോ, ഇവിടെയൊക്കെ വരുന്ന കമന്റ്സ് കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ആദ്യം ലിറ്ററലി ബ്രേക്കിംഗ് ന്യൂസ് ഡിയേഗോ ജോട്ട ഈസ് എന്നും പറഞ്ഞൊരു സിറ്റുവേഷൻ മാത്രമേ കണ്ടു. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ട്രാൻസ്ഫർ വിൻഡോ ആണോ എന്ന് നോക്കി, പിന്നെയാണ് പറയുന്നത് ഡേറ്റ് വന്നപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ പല ഇങ്ങനെ റോങ് ന്യൂസസ് ഇറങ്ങുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ വിചാരിച്ചു. പിന്നെ ഫെബ്രീസിയോ ഇട്ടു, ലിവർപൂൾ ഇട്ടു, പല ക്ലബ്സും ഇടുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഭയങ്കര ട്രാജിക് സിറ്റുവേഷൻ ആയിരുന്നു. ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു റിയാലിറ്റി. കാരണം ഇത്രയും ഏജ് കുറവുള്ള ഒരു പ്ലെയർ, പ്രോസ്പെക്ട് ആണ്. നമുക്ക് ആസ് എൻ ആർസൽ ഫാൻ ചിന്തിക്കുമ്പോൾ ഏത് ആർസൽ കളിക്കും വന്ന് ഗോൾ അടിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. നമുക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ പ്ലെയറിനോട് ആ ഗെയിമിന്റെ സിറ്റുവേഷനിൽ ദേഷ്യം വരും. എല്ലാ കളിയിലും ഇവൻ ഗോൾ അടിക്കുന്നു. പക്ഷെ ആസ് എ പ്ലെയർ, ആസ് എ ഫുട്ബോളർ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വിഷമം വരുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. ഓവർകം ചെയ്യാൻ പറ്റില്ല. ഇപ്പം അരുണിന്റെ അടുത്ത് ഞങ്ങൾ ഈ വീഡിയോയിൽ അരുൺ സത്യം പറഞ്ഞാൽ വരേണ്ടതാ. അവൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻ സിറ്റുവേഷൻ, അവന്റെ വായിന്ന് എന്തേലും റോങ് ആയിട്ട് വരും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അവൻ അത് വീഡിയോ ചെയ്യാൻ ഞാനില്ല എന്നുള്ള രീതിയിൽ വന്നത്. അവൻ അത്രയും, അവനിപ്പോഴും ഓവർകം ചെയ്യാൻ പറ്റില്ല. അവൻ ആസ് എ ഫുട്ബോളർ കളിച്ചിട്ടുള്ളതാ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം അവനും വിഷമം. എനിവേസ്, നമുക്ക് ഈ ട്രാജിക് സിറ്റുവേഷൻ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമത്തിലോട്ട് പോകുന്നല്ലാണ്ട് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റൂല. നമുക്ക് പതുക്കെ ലീഗിന്റെ ഒരു പെർസ്പെക്റ്റീവില് നമുക്കൊരു ട്രാൻസ്ഫർ വിൻഡോ, ഒരു ജസ്റ്റ് ഒരു നോർമൽ സ്മോൾ ഡിസ്കഷൻ നമുക്ക് തുടങ്ങാം. എന്താണ് ലിവർപൂളിന്റെ സൈനിങ്സിനെ പറ്റി ബ്രോയ്ക്ക് തോന്നുന്നത്? ആഫ്റ്റർ ബീങ് ദ ചാമ്പ്യൻസ്, ഡൂയിങ് റിച്ച് സൈനിങ് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, ഈ സാക്കിന്റെ കാര്യത്തിൽ പോവാൻ തയ്യാറാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ക്ലബിന്റെ സൈഡിൽ നിന്ന് ബ്രോ എക്സ്പെക്ട് ചെയ്തായിരുന്നു ആഫ്റ്റർ വിന്നിങ് ദ ട്രോഫി? ഈ ഒരു ലെവലില് സൈനിങ്സ് വരുമെന്ന്? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പേഴ്സണലി ഇതൊട്ടും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നമ്മുടെ ആറാട്ടം പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്ര ഇതായാലും ഐ മീൻ നല്ല രീതിയിൽ ഇപ്പൊ എന്ത് ജയിച്ചാലും ഈ ബോർഡിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം ആസ് എ ഫാൻ എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. 1-2 സൈനിങ്സ് വരും, സ്റ്റോപ്പ് ഗ്യാപ്പ് ആയിട്ട് വേണമെങ്കിൽ ഒരു ലോണോ വല്ലതും വരും, അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യും, ആൻഡ് അടുത്ത സീസൺ മുതൽ ഫംബിൾ ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഉണ്ടാവാൻ പോകുന്നത് വിചാരിച്ചു. പക്ഷെ ബോർഡിന് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, സ്ലോട്ടിന് ഒരു ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉള്ള ടീം വെച്ച് റൺ ചെയ്യുക ഒരു സീസൺ ഫുള്ള്. എന്താണ് മോശം, എന്താണ് നല്ലതെന്ന് നോക്കുക. അതിനകത്ത് മോശം എന്ന് തോന്നുന്നു, അതായത് ടീമിന് സിസ്റ്റത്തിന് ഫിറ്റ് അല്ലാത്ത പ്ലേയേഴ്സിനെ സെല്ല് ചെയ്യുക, എന്നിട്ട് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരിക. അതാണ് ചെയ്തത്. അതും സെയിൽസ് നടത്താണ്ട് തന്നെ ആദ്യം പ്രൈമറി ആയിട്ടുള്ള 3 ടാർഗറ്റ്സിന് കൊണ്ടുപോകും. വേർഡ്സ് സത്യം പറയാം ആസ് എ ഫാൻ എന്റെ മനസ്സിൽ പോലും ഇല്ലാന്നൊരു പ്ലെയർ ആയിരുന്നു. കാര്യം ട്രെൻഡ് പോകുന്നു, എന്റെ ഒരു ഇതിൽ ട്രെൻഡ് പോകുന്നു, അവിടെ ഒരു നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റിനെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അല്ലാണ്ട് വേർഡ്സ് ഒന്നും സ്വപ്നത്തിൽ പോലും, കാര്യം ഹി വാസ് ബൈ ആൻഡ് ബൗണ്ട് എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു പ്ലെയറിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ എംബാപ്പയുടെ കേസിൽ നമുക്ക് ആ പണ്ട് പോലെ ആഗ്രഹിക്കാൻ പറ്റില്ല, കാര്യം നമുക്കറിയാം അവൻ എന്തെങ്കിലും മെട്രിക്കിൽ എത്തും എന്നറിയാം. അതേപോലെ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ മൂവ് ബയൺ എപ്പോഴെങ്കിലും. അപ്പൊ അത് ഞാൻ എപ്പോഴും ആ ഒരു ലിവർപൂൾ റേസിൽ ഉണ്ട് എന്ന് കേൾക്കുമ്പോഴും എന്റെ മനസ്സിലൊരു സമയത്ത് ഉണ്ടായിരുന്നത് ഹി ലീവ് ടു ബയൺ. സിറ്റി അവിടുന്ന് പോയപ്പോഴും ഞാൻ വിചാരിച്ചു അവൻ ബയണിലോട്ട് പോകുന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ റേസിന് വിട്ടത് എന്നാണ്. പക്ഷെ അത് കഴിഞ്ഞ് എല്ലാം മാറിയത് എങ്ങനെയാണെന്നറിയില്ല. അത് കുറെ വർഷം, ഐ മീൻ എഡ്വാർഡ്സ് അവന് 16 വയസ്സുള്ളപ്പോൾ അവർ ഫോളോ ചെയ്യുന്നതാണ് വേർഡ്സിനെ. സോ വി ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി. അറിയായിരുന്നു, കാര്യം ബാക്കി 2 ക്ലബിന്റെ അപ്രോച്ച് അവന് ഫീസിബിൾ അല്ലെന്ന് തോന്നി വേർഡ്സിന്. ആൻഡ് നമ്മള് വി വെർ പേഷ്യന്റ്. അതുകൊണ്ടാണ് കിട്ടിയത്. കുറെ മാസത്തെ ഹോംവർക്കാണ്, കുറെ മാസത്തെ ബാക്ക് വർക്കാണ്, അങ്ങനെ കിട്ടിയതാണ് വേർഡ്സിന്. ആൻഡ് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ജസ്റ്റ് ഞാനൊന്ന് കമ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ, കഴിഞ്ഞ സീസൺ നിങ്ങൾ തുടങ്ങിയപ്പം no one expected, even ലിവർപൂൾ ഫാൻസോ ലിവർപൂൾ മാനേജ്മെന്റോ ട്രോഫി അടിക്കുന്ന എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ഇനീഷ്യൽ ഫേസിൽ. ഈവൻ ഡിസംബർ വരെ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ഒരു ഡ്രോപ്പ് ഡൗൺ വരും എന്നൊരു പ്രതീക്ഷ. കാരണം ആ ഒരു സമയത്ത് ചെൽസി ഭയങ്കരമായിട്ട് കയറി വന്നു, അവരും ഡ്രോപ്പ് ചെയ്യുന്ന നമ്മൾ പ്രതീക്ഷിച്ചു. നോട്ടിംഗം ഒരു സൈഡിൽ നിന്ന് പോയി, ആർസൽ പിടിച്ചു നിന്നു, പക്ഷെ ആർസൽ കയറി വന്നില്ല, ഒരിക്കലും ആ സീസണിൽ കയറി വന്നില്ല. എല്ലാവരുടെ എക്സ്പെക്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ സീസൺ ആർസനലുള്ളതായിരുന്നു എന്നായിരുന്നു സ്റ്റാർട്ട് ഓഫ് ദ സീസൺ. ഒരിക്കലും ലിവർപൂളിന് ആ അപ്ഗ്രേഡ് അല്ലെ ട്രോഫി എന്നൊരു കാര്യം ചിന്തിച്ചില്ല. കാരണം
ഇപ്പൊ ബ്രോ പറഞ്ഞില്ലായിരുന്നോ ഈ സീസൺ ജഡ്ജ് ചെയ്ത ടീം എങ്ങനെ കൊണ്ടുപോയി ആരെവിടെ ബാലൻസ് ശരിയല്ല വാങ്ങണം എന്നൊരു ചിന്തയിലായിരുന്നല്ലോ ആ സീസൺ പോയത്. ആർനെ സ്ലോട്ടിന് എന്തൊക്കെ വേണം, എന്തൊക്കെ മിസ്സിംഗ് ആണ്, എവിടെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അനലൈസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഈ ഒരു പെട്ടെന്ന് ട്രാൻസിഷൻ വന്നില്ലേ, നമ്മളിപ്പം ഈ ഒരു അപ്ഗ്രേഡ്, ഇത്ര റിറ്റ്സ്, ഈ പറയുന്ന ഇസാക്കിനെ നോക്കുന്നു. ഇസാക്കിനെയൊക്കെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് റെഡി ടു സെൽ എന്ന് പറഞ്ഞ രീതിയിലാണ് ഇവര് പറയുന്നത്. ലൈക്ക് ന്യൂ കാസിൽ പറഞ്ഞു, ബട്ട് സ്റ്റിൽ 100 മില്യൺ പേ ചെയ്യാൻ തയ്യാറാ. ഒരു സീസണിൽ തന്നെ 100 മില്യൺ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ അതെ, ലിവർപൂളിന്റെ ഓഫ് ഭാഗം കോഴ്സ്. നോക്കി. അത് എനിക്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് ബോർഡിന് വന്നതെന്ന് അറിയില്ല. കാര്യം ബോർഡ് സത്യം പറഞ്ഞ് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബോർഡല്ല പേഴ്സണലി. കാര്യം എസ്പെഷ്യലി ഇപ്പൊ അണ്ടർ എഡ്വാർഡ്സ് ഞാൻ പറയാം, ഇപ്പൊ ഒരു എഡ്വാർഡ്സ് 2020 വിടുന്നത് ക്ലബ്ബ്, ക്ലോപ്പായിട്ട് പ്രശ്നമുണ്ടായിട്ട് വിടുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നത്, ഞാൻ പറയില്ലേ, ക്ലോപ്പ് ഭയങ്കര ലോയലാണ് പ്ലേയേഴ്സിന്റെ അടുത്ത്, ഭയങ്കര ലോയലാ പ്ലേയേഴ്സിന്റെ അടുത്ത്. അപ്പൊ പണ്ട് വന്നൊരു റിപ്പോർട്ടാണ്, ഇപ്പോഴും വന്ന റിപ്പോർട്ടാണ്, ഞാൻ ഇപ്പോഴാണ് സത്യം എന്ന് അറിയുന്നത്. അപ്പൊ അത് 2019 എഡ്വാർഡ്സ് പറഞ്ഞു ഹെൻഡർസണെ മിൽനറിനെ എക്സ്റ്റെൻഡ് ചെയ്യണ്ട, ലെറ്റ് ദം ലീവ്, അതിന് പകരം റിവർ പ്ലേറ്റിലുള്ള എൻസോ ഫെർണാണ്ടസിനെയും ബ്രൂണോ കുമാരസ് ലിയോണിന് കൊണ്ടുവരാന്ന് പറഞ്ഞു. പക്ഷെ ക്ലോപ്പ് അതിന് സമ്മതിച്ചില്ല. ഈ ഹെൻഡർസൺ എക്സ്റ്റെൻഡ് ചെയ്ത ഒറ്റ കാരണത്തിലാണ്, ആ ഒരു കാര്യത്തിലാണ് അടി തുടങ്ങിയത് ക്ലോപ്പും എഡ്വാർഡ്സും. അപ്പോ രണ്ട് രീതിയിലാണ് ടോക്ക് വരുന്നത്. അതായത് ക്ലോപ്പ് സെല് ചെയ്യേണ്ട സമയത്ത് സെല്ലബിൾ അസറ്റ്സിനെ സെല് ചെയ്യാൻ സമ്മതിക്കാണ്ട് അവരുടെ വാല്യൂ കുറച്ച് അതിനെ റിപ്ലേസ് ചെയ്യാൻ വേണ്ടി എഡ്വാർഡ്സിനെ സമ്മതിച്ചില്ല. അതാണ് ഒന്ന്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോട്ടിന് വേണ്ടത് എന്താണ്, സ്ലോട്ട് പറയുന്നുണ്ട് ബോർഡിനോട്, ഇത് വേണം, ഇന്ന പ്ലേയേഴ്സ് ഈ സിസ്റ്റത്തിന് വേണ്ട, ഇവരെ വിറ്റ് നല്ല പൈസ കിട്ടുമെങ്കിൽ സെൽദം. അപ്പൊ അതിന് പകരം വേറെ പ്ലേയേഴ്സിനെ കൊണ്ടുവരിക. കാര്യം ഇപ്പൊ ചാമ്പ്യൻസ് ആയി നിൽക്കുന്ന ഒരു ടീമാണ്, ഇവിടുന്ന് നമ്മൾ ഏതൊരു പ്ലെയറെ സെല് ചെയ്താലും മിനിമം ഒരു വാല്യൂ കിട്ടും. പ്രീമിയർ ലീഗ് അടിച്ച ഒരു സൈഡാണ്. അപ്പോൾ അതിന് മാക്സിമം എൻകാഷ് ചെയ്യും. അല്ലാണ്ട് കോൺസെക്ക് ഇപ്പൊ നമ്മളിപ്പോ സെക്കൻഡോ തേർഡോ നിൽക്കുന്ന ഒരു ക്ലബ്ബാണെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും 35 മില്യൺ ഒന്നും കിട്ടില്ല കോൺസെക്ക്. അപ്പോ സെല്ലബിൾ അസറ്റ്സിനെ സെല്ല് ചെയ്യുക, അതിന് പകരം പ്രീമിയം റീപ്ലേസ്മെന്റ്സ് കൊണ്ടുവരിക. അത് ശരിക്കും പറഞ്ഞ ആന്റി FSG ആണ്. ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ക്ലബ്ബ് ഓപ്പറേറ്റ് ചെയ്ത് കണ്ടിട്ടില്ല എന്റെ ലൈഫിൽ. കാര്യം ഞാൻ പണ്ടും ആറാട്ടം പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ട്, കുട്ടീനെ മേടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ആലിസനെയും വാൻഡൈക്കിനെയും മേടിക്കില്ലായിരുന്നു. അപ്പോ ഇപ്പൊ അതല്ല, ഇപ്പൊ നമ്മൾ സെയിൽ ചെയ്തിട്ട് ട്രാൻസ്ഫേഴ്സ് നടത്തേണ്ട ഒരു അവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ റിപ്പോർട്ട് ഇപ്പൊ കണ്ടത് ഒരു മാസം മുമ്പ്, ഇപ്പൊ ഓൾറെഡി ഇത്ര സ്പെൻഡ് ചെയ്തു, ഓൾമോസ്റ്റ് 200 മില്യൺ പൗണ്ട്സിന്റെ സ്പെൻഡ് ചെയ്തു. വിത്തൗട്ട് സെയിൽസ് ഇനിയും 200 മില്യൺ പൗണ്ട്സ് സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നത് ഈ സീസണിൽ, വിത്തൗട്ട് PSR ഇഷ്യൂസിന്റെ അടുത്ത് പോലും എത്തില്ലെന്ന് പറയുന്നത്. അപ്പൊ വി ഹാവ് മണി. അത് അപ്പൊ എനിക്കൊന്ന് ബോർഡ് അങ്ങനെ ആക്ട് ചെയ്യാൻ തുടങ്ങി തോന്നുന്നു. കാര്യം ഫസ്റ്റ് സീസണിൽ ഒരു മാനേജർ ഒന്ന് ടൈറ്റിൽ അടിക്കുക വിത്തൗട്ട് എനി സൈനിങ്സ്. പുള്ളിനെ പ്രോപ്പറായിട്ട് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ദ പെർഫെക്റ്റ് ടൈം. കാര്യം സിറ്റിയിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ആഴ്സണൽ ഇപ്പോൾ സൈനിങ്സ് ഡിലേ ആവുകയാണ്, എന്നാലും സ്റ്റിൽ ആഴ്സണൽ വിൽ ബി ബാക്ക്. ചെൽസി വന്നുകൊണ്ടിരിക്കുകയാണ്, സ്റ്റിൽ വി ഹാവ് എൻ അപ്പർ ഹാൻഡ് ലീഗിൽ. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ലിവർപൂളിന്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്ലാൻ ആയിരിക്കും തോന്നുന്നു. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, നിറച്ച് പ്ലേയേഴ്സ് പോവും, നിറച്ച് പ്ലേയേഴ്സ് വരും. ആൻഡ് എനിക്കൊന്ന് അടുത്ത സമ്മറിലായിരിക്കും ഒരു വലിയ ചാലഞ്ച്. പക്ഷെ അത് വാൻഡൈക്കിനെ സലേനെയൊക്കെ റീപ്ലേസ് ചെയ്യാന്നുള്ളത് സ്റ്റിൽ ഒരു ഹ്യൂജ് സമ്മറാണ്. ഓൾറെഡി രണ്ടുപേർക്കും വലിയ കോൺട്രാക്ട്സ് കൊടുത്തു, 3 സൈനിങ്സ് വന്നു. വി റിപ്ലേസ് ട്രെൻഡ്സ് ക്രിയേറ്റിവിറ്റി, അതൊരു വലിയ ചാലഞ്ചാണ്. നമ്മളിപ്പോ എനിക്ക് വേണമെങ്കിൽ മെഡ്രിഡിൽ ഫ്രീ ഏജന്റ് പോകുമ്പോൾ മോശം പ്ലെയർ ഇല്ല, ഫുൾ ബാക്ക് പോയി, ഒരു ഫുൾ ബാക്ക് വന്നു. സ്റ്റിൽ അവന്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ വേൾഡിൽ തരാൻ പറ്റുന്ന പ്ലേയേഴ്സ് വളരെ കുറവാണ്. അപ്പോ ഏകദേശം അപ്പാർ നിൽക്കുന്ന ഒരു പ്ലെയറെ തന്നെ കൊണ്ടുവന്നു ദി അറ്റാക്ക്. അപ്പൊ അത് വളരെ കേൾക്കുന്ന റൂമേഴ്സ് തന്നെ അതിലും വലുതാണ്. അതെ മെയിൻലി ഈ റൂമേഴ്സ് ഇപ്പൊ ആർസണലിന്റെ കേസ് വരുവാണെങ്കിൽ തന്നെ ഇപ്പൊ ഭയങ്കര ഡിലേ വരുന്നുണ്ട് എന്തൊക്കെ വന്നാലും. ബട്ട് റൂമേഴ്സ് ലിങ്ക് ചെയ്യുന്ന അതിൽ ഏതെങ്കിലുമൊക്കെ 2-3 നടന്നു കഴിഞ്ഞാൽ, ലൈക്ക് 4-5 ഉള്ളതിൽ നടന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്ട്രെങ്തനിങ്. ഇവിടെ ഞാൻ ഇന്ന് കണ്ടൊരു ന്യൂസ് ആണ്, ലിവർപൂളിന്റെ 2 കോച്ചിങ് സ്റ്റാഫിൽ നിന്ന് സിറ്റിയിലോട്ട് 2 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ബ്രോയ്ക്ക് എന്താ തോന്നുന്നത്? ലൈക്ക് ഹൗ വിൽ ദാറ്റ് അഫക്ട് ഓവറോൾ സീസൺ എന്നല്ല, 2 ഗെയിംസ് അഗെയിൻസ്റ്റ് സിറ്റി. കാരണം സിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്ക്വാഡ് സെറ്റ് ആയിട്ടുണ്ട്, ടീം മൊത്തത്തിൽ ഒരു ഇന്റഗ്രേറ്റഡ് സെറ്റ്. അവർ എന്താ പറയുക, യൂണിറ്റിയിൽ കളിക്കാനായിട്ടില്ല ഇപ്പോഴും. ലൈക്ക് അവർക്ക് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്, പ്രോപ്പർ സ്ട്രെങ്തനിങ് അവർ ഓൾറെഡി ചെയ്തു, ഫ്യൂച്ചറിലേക്കുള്ള സ്ക്വാഡും ബിൽഡായി. പക്ഷെ അവര് ഒരുമിച്ച് കളിച്ച് ഒരു പ്രോപ്പർ മേ ബി പ്രീ സീസണിൽ കളിച്ചാൽ പോലും പ്രീ സീസൺ കളിക്കുമ്പോൾ കുറച്ചും കൂടി ഇതാവുമെങ്കിലും പ്രോപ്പർ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് കുറെ പേർക്ക് കുറവാണ് അതിനകത്തുള്ളത്.
അങ്ങനെ നോക്കുമ്പോ ഈ വരുന്ന ലിവർപൂളിന്റെ ടാക്ടിക്കൽ സംഭവങ്ങളും എങ്ങനെ അതിൽ എന്തെങ്കിലും എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഇത്? ഇല്ല, പോയത് ഒന്ന് കോളോട്ടോറയാണ്. കോളോട്ടോറ പണ്ട് ലിവർപൂൾ കളിച്ചൊരു പ്ലെയർ. പുള്ളി മാനേജ്മെന്റിൽ ഉണ്ടായിരുന്നില്ല. പെപ്ലിൻഡസ് ക്ലോപ്പിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാ. ക്ലോപ്പിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു പെപ്ലിൻഡസ്. അപ്പൊ പെപ്ലിൻഡസ് പോയിട്ടുണ്ട്. അതിന്റേതായ ചേഞ്ചസ് അവരുടെ കളിയിലുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു രീതി പറഞ്ഞ വളരെ അൺഓർത്തഡോക്സ് ആണ് പെപ്പിന്റെ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ. വളരെ വളരെ വ്യത്യാസമുണ്ട്. അത് പെപ്ലിൻഡസിന്റെ കൈ അവിടെ ഉണ്ട്, അത് കാണാനുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വെരി ഗുഡ്. അതൊരു ഞാൻ പറഞ്ഞില്ല, അതൊരു സക്സഷൻ പ്ലാന്റെ ഭാഗമാണ്. പെപ്പ് ലീവ് ഇൻ 2 years ഇവൻച്വലി. അപ്പൊ അവര് നാഗൽസ്മാനെ കൊണ്ടുവരാനുള്ള ഇത് തന്നെയാണ് അവരുടെ സൈനിങ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, പ്രീമിയർ ലീഗിൽ ഞാൻ പറഞ്ഞ ഇപ്പൊ ജനുവരിയിൽ അവർക്ക് അഡിഷൻസ് വന്നു. ആ അഡിഷൻസ് സത്യം പറഞ്ഞ മിനിറ്റ്സ് കിട്ടിയിട്ടില്ല പ്രീമിയർ ലീഗിൽ, എക്സെപ്റ്റ് ഫോർ മാർമുഷ്. ടെക്നിക്കലി ന്യൂ സൈനിങ്സ് ആണ്. പിന്നെ ഇപ്പൊ വന്നു പ്ലേയേഴ്സ്. ഇപ്പൊ ലിവർമെന്റോടെ പേര് കേൾക്കുന്നില്ല, ലിവർമെന്റോ വരും തോന്നുന്നു റൈറ്റ് ബാക്ക് ആയിട്ട്. അപ്പൊ അവരും വരും. വരുന്ന പ്ലേയേഴ്സിൽ ഇപ്പൊ ലിവർമെന്റോ ആയാലും ഐറ്റ്നൂറി ആണെങ്കിലും അവർ പ്രീമിയർ ലീഗ് പ്രൂൺ പ്ലേയേഴ്സ് ആണ്. പക്ഷെ ബാക്കിയുള്ളവർ ഇപ്പൊ കുസനോ ആണെങ്കിലും മാർമൂഷ് ആണെങ്കിലും ചേർക്കി ആണെങ്കിലും റൈൻഡേഴ്സ് എന്തായാലും സ്ലോട്ട് ആൻഡ് ഫിറ്റ് ആണ് ടീമിൽ. അപ്പൊ ഇങ്ങനത്തെ പ്ലേയേഴ്സ് അഡാപ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. ആൻഡ് റോഡ്രി ഫിറ്റ്നസിലോട്ട് വരാൻ സമയമെടുക്കും. ACL കഴിഞ്ഞൊരു പ്ലെയർ ആണ്. അത് റോഡ്രി ഇല്ലാത്ത സിറ്റി എന്ന് പറഞ്ഞാൽ കാണാൻ കൊള്ളാത്ത കളിയാണ് കളിക്കുന്നത്. സോ അത് വളരെ എവിഡന്റ് ആണ്. റോഡ്രി വന്ന് ഇപ്പൊ റോഡ്രി 65th മിനിറ്റ് പോയി കഴിഞ്ഞ് ഇത്രയും നേരം കളിച്ച ടീമാണോ കളിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. അതെ, ഈ ലിവർമെന്റോടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇല്ലേ, നമ്മൾ പറയുന്ന അവര് കളിച്ചോണ്ടിരുന്ന ടീംസിലുള്ള സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് സിറ്റ് ബാക്ക് കൗണ്ടർ എന്നൊരു സിറ്റുവേഷൻ മാത്രമേ അവർ കളിച്ചിട്ടുള്ളൂ. ഈ സിറ്റിയിൽ വരുമ്പോഴത്തേക്കും പ്ലേ ഫ്രം ദ ബാക്ക്, ബോൾ ഹോൾഡ് ചെയ്തിട്ട് മിഡ്ഫീൽഡിലോട്ട് ഒരു റൈറ്റ് ബാക്കോ ലെഫ്റ്റ് ബാക്കോ ഇറങ്ങുന്ന ആ ഒരു സിറ്റുവേഷനിൽ അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് നല്ല ടൈം എടുക്കും. വൺ തിങ്. സെക്കൻഡ് തിങ്, വേറെ ലീഗിൽ നിന്ന് വന്നവർക്ക് പ്രീമിയർ ലീഗിന്റെ സിറ്റുവേഷൻസ് അഡാപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. അവിടെയാണ് സിറ്റിക്ക് പെട്ടെന്ന് ഇത്രയും വലിയ ട്രാൻസിഷൻ ആണ് അവർക്ക് വന്നത്. 1 by 1 പ്ലേയേഴ്സ് അല്ല അവർക്ക് ട്രാൻസിഷൻ. അതാണ് അവിടെ സത്യം പറഞ്ഞ അവർക്ക് ആകെ ഉള്ള ഒരു പ്രശ്നം. അതർ ദാൻ ദാറ്റ് അവർക്ക് ഒരു ലോഡ് സൈനിങ്സ് അവർക്ക് സത്യം പറഞ്ഞ ഫില്ല് ചെയ്യാൻ ഗ്യാപ്സ് ഇല്ല. അൺലെസ് ആൻഡ് അൺടിൽ അവര് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ അവര് പക്കയാണ് ടീം, പെട്ടെന്ന് സെറ്റാവും. അതാണ് അവരുടെ കാര്യത്തിൽ. ലിവർപൂൾ ഐ നെവർ എക്സ്പെക്റ്റഡ് ലൈക്ക്, കാരണം ലിവർപൂളും ആണെങ്കിൽ പോലും ആർസണൽ പോലും അവർക്കൊരു ഐഡിയോളജിക്കൽ സൈനിങ്സും അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായി. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം FSG സിറ്റുവേഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കണ്ടതിൽ FSG ഇത്രയും മുടക്കുമെന്നോ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ലിവർപൂൾ ചിന്തിക്കുന്നത്. കാണുമ്പോൾ ചില സമയത്ത് ചിന്തിക്കുന്നത് ഇറ്റ് ഈസ് ലൈക്ക്, ഈസ് ദിസ് ചെൽസി ഓർ ഈസ് ദിസ് കൈൻഡ് ഓഫ് സിറ്റി അല്ലെ? അങ്ങനെയാണ് ചിന്തിച്ചു വന്നത്. കാരണം ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഓരോ റൂമേഴ്സ് ഓരോ ദിവസവും വരുന്നത് ലിവർപൂളിന്. ഇത്രയും നാള് കഴിഞ്ഞൊരു സമ്മർ വരെ, കഴിഞ്ഞ സമ്മർ ഇൻക്ലൂഡിങ് ലാസ്റ്റ് സമ്മർ, ലോകത്തുള്ള എല്ലാ പ്ലേയേഴ്സായിട്ട് ലിങ്ക് ഉണ്ട്. എംബാപ്പെ ആയിട്ട് ഒരു ലിങ്ക് ഉണ്ട്. എംബാപ്പെ ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. നമ്മളൊക്കെ ഒരു പോയിന്റിൽ നമ്മൾ ഒന്നും ഇല്ലാത്തപ്പോ നമ്മളെല്ലാം വിശ്വസിക്കും. പക്ഷെ ഇപ്പൊ അതല്ല, ഇപ്പൊ എല്ലാം നടക്കുന്നോണ്ട് നമ്മള് കാണുമ്പോ നമുക്ക് മനസ്സിലാവും ഏത് നടക്കും ഏത് നടക്കുന്നില്ല. അപ്പോ കേൾക്കുന്ന റൂമേഴ്സ് വളരെ സ്ട്രോങ് ആണ്, വളരെ വളരെ സ്ട്രോങ് റൂമേഴ്സ് ആണ്. ഇപ്പൊ ഗേഹിയുടെ ആയിരുന്നു തന്നെ പറഞ്ഞില്ലേ, ഗേഹി ഒക്കെ ഒരു വളരെ അംബിഷ്യസ് ആയിട്ടുള്ള ഒരു അഡിഷൻ ആണ്. കാര്യം അവൻ ഇംഗ്ലീഷ് നാഷണൽ ടീമിലെ ഏറ്റവും ബെസ്റ്റ് സെന്റർ ബാക്ക് ആണ് മാർക്ക് ഗേഹി ഇപ്പൊ കറന്റ്ലി. അങ്ങനത്തെ ഒരു പ്ലെയറിന് ക്രിസ്റ്റൽ പാലസിന്റെ കൂടെ FA കപ്പ് അടിച്ച ക്യാപ്റ്റൻ ആണ് ഗേഹി. അവനെ എന്ത് കാണിച്ചിട്ടാണ് ലിവർപൂളിലോട്ട് കൊണ്ടുവരുന്നത് എനിക്കറിയില്ല. കാര്യം അവന് വേൾഡ് കപ്പ് കളിക്കണം. ടൂച്ചൽ അണ്ടറിലായതുകൊണ്ട് ഒരു പ്ലെയറിന് ഗ്യാരണ്ടീഡ് മിനിറ്റ്സ് ഇല്ല അവിടെ. ഇവിടെ വന്നിട്ട് അവൻ ബെഞ്ചിലിരിക്കാൻ അവൻ ഒരിക്കലും വരില്ല ഗേഹി. അപ്പൊ അതും കൊണാട്ടെ വാൻഡൈക്ക് ഉള്ളപ്പോ ടീമിലോട്ട് കേറോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അതാണ് വേറൊരു കാര്യം. അതെ, ഗേഹിയുടെ സിറ്റുവേഷൻ ഐദർ മേ ബി വിൽ ചേഞ്ച് പൊസിഷൻ. ഞാൻ പറയുന്ന പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ മേ ബി വാൻഡൈക്കിനെ അവര് നെക്സ്റ്റ് സീസൺ ആവുമ്പോഴത്തേക്കും കോൺട്രാക്റ്റിന്റെ സിറ്റുവേഷനോ അല്ലെങ്കിൽ സെല് ചെയ്യാനോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് മേ ബി ഇന്റഗ്രേറ്റ് ടു എ ഡിഫറെന്റ് പൊസിഷൻ, അല്ലെ കൊണാറ്റനെ സെല് ചെയ്യാനോ ഇന്റഗ്രേറ്റ് ചെയ്യും എന്തായാലും. പിന്നെ ഇത്രയും ഗെയിംസും ഉണ്ട്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചറപറ ഗെയിംസ് ആണ്, ചറപറ ഇഞ്ചറീസ് ആണ്.
എല്ലാം വന്നു കഴിഞ്ഞാൽ പ്ലേയേഴ്സ് നമുക്ക് ഒരു ലോഡ് ടീമിൽ 25 പ്ലേയേഴ്സും പക്കയല്ല എന്നുണ്ടെങ്കിൽ ആ ടീമിന് ആ സീസൺ കൊണ്ടുപോകാൻ പറ്റില്ല. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1-2 കളികൾക്ക് വേണ്ടി വേറൊരു ഫ്രിഞ്ച് പ്ലെയറിനെയോ ഒന്ന് ഓടിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ നമുക്ക് പണ്ടുണ്ടായി. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് വീക്ക് സാറ്റർഡേ സൺഡേ ഇത് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ചാമ്പ്യൻസ് ലീഗ്, ഇല്ലെങ്കിൽ കാരബാവോ കപ്പ്, അല്ലെ FA കപ്പ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബ്രേക്ക്. ഈ അവന്മാർക്ക് ബ്രേക്ക് ഇല്ല. ഇതെല്ലാം കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ പിന്നെയും ക്ലബ് വേൾഡ് കപ്പ്, ഇന്റർനാഷണൽ ഗെയിംസ്. അവർക്ക് സത്യം പറഞ്ഞാൽ ആ കിട്ടുന്ന ജീവിതത്തിൽ 2 ആഴ്ച ബ്രേക്ക് ആണെന്ന് തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേയേഴ്സിന്. ആ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും പ്ലേയേഴ്സ് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ബാക്കപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പ്ലേയേഴ്സ് പോലും ഇത്തിരി ഹയർ ലെവൽ ആയിരിക്കണം. അതാണ്. അപ്പം ഇത്രയും നമ്മളിപ്പം ലിവർപൂളിന്റെ ഒരു ഭാഗം പിടിച്ചപ്പോൾ ബ്രോയ്ക്ക് ആർസണലിന്റെ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്താണ് തോന്നുന്നത്? ഇപ്പം ലിങ്ക് ആയ പ്ലേയേഴ്സിനെ വെച്ചൊക്കെ നോക്കുമ്പോൾ ഇപ്പം എസ്പെഷ്യലി മഡുവയ്ക്ക് നമുക്ക് ഡൗട്ട്സ് ഉള്ള, ആർസണൽ ഫാൻസിന് ഡൗട്ട്സ് ഉള്ളതാണ് മഡുവയ്ക്ക് സൈനിങ് എന്തുകൊണ്ട്. പിന്നെ സംതിങ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ളത് എസെ, റോഡ്രിഗോ, പിന്നെ വെനിയേരി സിറ്റുവേഷൻ. സ്ട്രൈക്കർ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. സ്ട്രൈക്കറിന്റെ കാര്യം ചിന്തിക്കേണ്ട, അത് ഒരു ലഹളയാണ് എന്തായാലും. ആർസണലിൽ മറ്റേ നീട്ടിപ്പോകുന്ന ഒരു ത്രില്ലർ സിനിമ പോലെയാണ് എല്ലാം, ഇങ്ങനെ കഥ നീട്ടിക്കൊണ്ടുപോകുന്ന സാധനം. അപ്പൊ സ്ട്രൈക്കർ നമുക്ക് നോക്കട്ടെ. ബാക്കി പൊസിഷനുകളിൽ ഞാൻ പറഞ്ഞ ഈ പ്ലേയേഴ്സിനെ പറ്റി ബ്രോയ്ക്ക് എന്താണ്? മഡുവേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വിൽ ടേക്ക് മഡുവേക്ക്. എന്താണ് തോന്നുന്നത് ആർസണലിന്റെ ഒരു കാര്യത്തിൽ വരുമ്പോൾ? ഞാൻ പറഞ്ഞില്ലേ, സാക്ക ഈ ഒരു ഏജിൽ ഓൾറെഡി 120 മുകളിൽ ഗെയിംസ് പ്രീമിയർ ലീഗിൽ മാത്രം കളിച്ചിട്ടുണ്ട് ആർസണലിന് വേണ്ടി. അത് ഹൈലി അലാമിംഗ് ആണ്. കാര്യം ഇപ്പൊ തന്നെ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചറി വന്നു, ഹാംസ്ട്രിങ് സർജറി കഴിഞ്ഞൊരു പ്ലെയർ ആണ്. മിനിറ്റ്സ് കൺട്രോൾ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ വീണ്ടും പണി കിട്ടും. ഒന്നത്. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇംഗ്ലണ്ട് നാഷണൽ ടീമിൽ കോളപ്പ് സ്ഥിരം കിട്ടുന്ന ഒരു പ്ലെയറാണ് ഈ മഡുവൊക്കെ. അപ്പോ അവിടെ ആണെങ്കിൽ ഓൾമോസ്റ്റ് സ്റ്റാർട്ടർ ആണ് ചെൽസിയിൽ. നെറ്റോ ഉണ്ട് അവിടെ, പക്ഷെ എന്നാലും അവിടെ മിനിമം എങ്ങനെ പോയാലും വേറെ മിനിമം ഹാൻഡ്ഫുൾ ഓഫ് ഗെയിംസ് കളിക്കുന്ന ഒരു വിങ്ങറാണ്. അവനെ സത്യം പറഞ്ഞ ആർട്ടേറ്റ എങ്ങനെ നോക്കിയാലും സാക്കേനെ കളിപ്പിക്കുള്ളൂ എല്ലാ കളി. അപ്പോ അങ്ങനെ ഒരു സീസണിൽ 38 ഗെയിം ഉണ്ടെങ്കിൽ സാക്ക 10 കളി ഡ്രോപ്പ് ആയി കഴിഞ്ഞാലും മേ ബി ഒരു കളി ഡ്രോപ്പ് ചെയ്യും, അടുത്ത കളി പിന്നെ വിൽ സ്റ്റാർട്ട് വിത്ത് സാക്ക. അത് ആർച്ചറ്റയുടെ ഹിസ്റ്ററി വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മഡുവേക്കയുടെ കേസിൽ ഡൗട്ട് വരുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആർസണൽ ഫാനിന് ഫ്രസ്ട്രേറ്റിംഗ് ആവുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ചെൽസി ഈസ് ലുക്കിംഗ് ഫോർ വെനിയേരി എന്ന് പറയുന്ന ന്യൂസ് വന്നിട്ടുണ്ട്. ഈ മഡുവേക്കനെ വാങ്ങിച്ചിട്ട് വെനിയേരിനെ അവർക്ക് സെല് ചെയ്യുന്നതിൽ വിച്ച് ഇസ് ഇഡിയോട്ടിസം. അത് ടു ബി എൻ ആർസണൽ ഫാൻ, അത് ഈ ആർസണൽ ഫാൻ എന്നല്ല ഫുട്ബോൾ ഫാൻ ആയിട്ട് ഒരു ചിന്തിക്കുന്ന ഒരുത്തിനും അത് ഇഡിയോട്ടിക് തിങ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ബട്ട് വെനിയേരിനെ കീപ്പ് ചെയ്ത് മേ ബി അവനൊരു ലോണിൽ വിട്ട് കഴിഞ്ഞാൽ മഡുവേക്കനെ വാങ്ങുന്നതിൽ അർത്ഥമുണ്ട്. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ കരയുന്ന ഒരു സാധനമാണ് സാക്കയ്ക്ക് ബാക്കപ്പ് വേണം, സാക്കയ്ക്ക് ബാക്കപ്പ് ഇല്ല എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സാധനമാണ്. ബട്ട് ഈ സിറ്റുവേഷനിൽ വെനിയേരി സാക്കയ്ക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് ബാക്കപ്പ് നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ സീസണിൽ ഇഞ്ചറി ആയപ്പം. അവിടെയാണ് സംശയവും അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഈ ഒരു ഡീലില് എല്ലാവർക്കും വരുന്നത്. ആസ് എ ഔട്ട്സൈഡർ, ലൈക്ക് വേറൊരു ക്ലബിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതിലൊരു ഇതുണ്ടാവില്ല, ബയസിങ് ഫീൽ ഉണ്ടാവില്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്, ഈ ഒരു ട്രയാങ്കിൾ സിറ്റുവേഷനിൽ എന്താണ് ബ്രോയ്ക്ക്, അതാണ് ഞാൻ ചോദിച്ചത് മെയിൻലി. ഞാൻ ആദ്യം മഡുവക്കയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി വനേറിയുടെ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ അവിടെ ഉണ്ട് സാക്കയ്ക്ക് വേണ്ടി കളിക്കാൻ. അപ്പോ അവിടെ അത് ഉള്ളപ്പോ നിങ്ങൾ വെറുതെ ഒരു മെയിൻ ടീമിൽ ഓൾമോസ്റ്റ് സ്റ്റാർട്ടർ ആയ ഒരു പ്ലെയറിനെ 50-60 മില്യൺ പൗണ്ട് കൊടുത്ത് കൊണ്ടുവരുന്നത് ഇല്ലോജിക്കലാണ്. കാര്യം അവിടെ വേണ്ട, നന്നേരി നിൽക്കോ പോവെന്നുള്ളതല്ല, നന്നേരി അവിടെ ഉണ്ടല്ലോ ഒരു വർഷമല്ല കോൺട്രാക്ട് ബാക്കി. അപ്പൊ അത് നന്നേരി അവിടെ ഉള്ളപ്പോ ശരിക്കും പറഞ്ഞ ഒരു സ്റ്റാർട്ടർ മെയിൻ ടീമിൽ കളിച്ചു, ചെൽസി മെയിൻ ടീമിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറിനെ 50-60 മില്യൺ പൗണ്ട് കൊടുത്ത് ബെഞ്ചിൽ ഇരുത്തേണ്ട ഒരു കാര്യമില്ല. അതൊരു വേസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. വേറൊന്നും നന്നേരിനെ കൊടുത്ത് മടുവക്കാൻ എടുക്കേണ്ട ഒരു കാര്യമില്ല. വനേറിനെ വിട്ടിട്ട് മടുവക്കാൻ എടുക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ ക്വാളിറ്റി വൈസ് കുറെ പേർക്ക് ആർഗ്യുമെന്റ് ഒക്കെ ഉണ്ടാവും, ഇതാണ് പ്രായം കുറവല്ലേ വനേറി പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ കുറെ പേര്. പക്ഷെ സ്റ്റിൽ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ മടുവക്കെ ഒരു ആവറേജ് ഇംഗ്ലീഷ് വിങ്ങർ ആണ്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇല്ല മടുവക്കിനെ പറ്റി പറയാൻ. അപ്ഗ്രേഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് വെനിയേരിക്ക്, കാരണം പ്രായം കുറവാ.
പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ആസ് ലോങ് സ്ട്രൈക്കർ നമ്മൾ വിചാരിക്കുന്ന ആള് വന്നാലും ലെഫ്റ്റ് വിങ്ങർ വിചാരിക്കുന്ന വന്നിട്ട് വെന്യേരിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് എസ്എനെയും സൈൻ ചെയ്തിട്ട് മഡുവെക്കനെ ഇത്രയും സ്പെൻഡ് ചെയ്താലും എനിക്ക് പൈസ വിൽക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. അതാണ് എന്റെ ആസ് എ പേഴ്സണൽ ചോയ്സ്. കാരണം പൈസ കൊടുക്കുന്ന എനിക്ക് ക്ലബിൽ പൈസയിൽ ഡിറ്റർമിൻ ചെയ്യുന്ന PSR അതൊക്കെ ക്ലബിന്റെ സിറ്റുവേഷൻ, അത് അവരെന്താന്ന് വെച്ചാൽ ചിന്തിക്കട്ടെ. ആസ് ലോങ് as സാക്കയ്ക്ക് ബാക്കപ്പും ഉണ്ട്, ഈ പ്ലേയേഴ്സ് നമുക്ക് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ഫാൻ ഞാൻ ഹാപ്പിയാണ്. കാരണം ബെഞ്ചിൽ ഇത്രയും സ്ട്രോങ് പ്ലേയേഴ്സ് ബാക്കപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ഞാൻ ഓക്കെയാണ് ആ ഒരു സിറ്റുവേഷനിൽ മാത്രം. വെനിയേരിയുടെ സിറ്റുവേഷൻ സ്ട്രോങ് അല്ല. അവൻ ബാക്കപ്പ് എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസംബർ വരെ വെയിറ്റ് ചെയ്യണമെന്ന് അവൻ ചിന്തിച്ചിട്ട് ഗെയിം ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ വേറെ കാര്യം ചിന്തിക്കുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നു. സ്ട്രൈക്കർ നമ്മൾ വിചാരിക്കുന്ന കിട്ടാണ്ട് വാട്കിൻസിനെ പോയി അവസാനം സൈൻ ചെയ്യുന്നതും ആ ഒരു അവസ്ഥയിലൊക്കെ വന്ന് ഈ ഒരു സൈനിങ് നടന്നു കഴിഞ്ഞാൽ അപ്പൊ പൊളി. ലിറ്ററലി അതാണ് എൻ്റെ ഒരു ചിന്ത വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒരു ഇത് പറയാം, അതായത് ഇപ്പൊ മടുവൊക്കെ വന്നപ്പോ നിങ്ങൾ ന്വാനേറി പോയി എന്നിരിക്കട്ടെ, ഇപ്പൊ അത് വലിയൊരു റിസ്റ്റ് വരും ടീമില്. കാര്യം സാക്ക എവിടെ ഉണ്ട്, ഇവൻ ബെഞ്ചിലല്ലേ മടുവൊക്കെ, വേൾഡ് കപ്പ് ഇയർ ആണ്, അവരെന്തായാലും ടീമിൽ കയറണമെന്നുണ്ടാവും. സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ കോളപ്പേ ഇല്ല മടുവൊക്കേന്. അപ്പൊ അത് വേറൊരു റിഫ്റ്റ് ആണ്. പിന്നെ വേറൊരു രീതി ചിന്തിക്കുമ്പോൾ മടുവൊക്കേന് ലെഫ്റ്റിൽ കളിക്കാൻ പറ്റും. ഇനിയിപ്പോ അതിന്റെ ബേസിസിലാണോ കൊണ്ടുവരുന്നത് എന്ന് എനിക്കറിയില്ല. സാക്ക ബാക്കപ്പ് ആണെങ്കിൽ ഇറ്റ്സ് എ വെരി ബിഗ് റെഡ് ഫ്ലാഗ്. കാര്യം ഏകദേശം ഒരേ പൊസിഷൻ ലീഗോ, അതായത് രണ്ടുപേരും റൈറ്റ് വിംഗേഴ്സ് ആണ്, രണ്ടുപേർക്ക് സ്റ്റാർട്ട് ചെയ്യണം. സാക്കയായാലും മഡുവക്കേനായാലും എന്തായാലും അർട്ടേറ്റ സാക്കേനെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ മെജോറിറ്റി ഓഫ് ദ ഗെയിംസ്. 67 ആർസണൽ അല്ലെങ്കിൽ ലിവർപൂൾ, സിറ്റി, മഡ്രിഡ്, ബാഴ്സലോണ ഇവർക്കൊക്കെ ഓൾ ചാലഞ്ചിങ് ഫോർ 4 ടൈറ്റിൽസ് മിനിമം. ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ്, 2 ഡൊമസ്റ്റിക് ടൈറ്റിൽസ്. ഇതൊക്കെ എങ്ങനെ പോലും മിനിമം 67 കളി കളിക്കണം മിനിമം. ഈ 67 കളിയിലും എങ്ങനെ നോക്കിയാലും അർട്ടേറ്റ 50-55 ഗെയിമെങ്കിലും സാക്കെ സ്റ്റാർട്ട് ചെയ്യും എങ്ങനെ പോയാലും 100%. ഈ 50-55 ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സാക്കയുടെ ഇഞ്ചുറി അതൊക്കെ മാറ്റി വെക്കാൻ നോക്കുക, എല്ലാം മാറ്റി വെക്കും. ഈ 55 കളി കഴിച്ച് ബാക്കി ഒരു 20 കളി എങ്ങനെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ തന്നെ അത് മടുവൊക്കെ കളിക്കുള്ളൂ, അത്ര മടുവൊക്കെ കളിക്കുള്ളൂ എങ്ങനെ പോയാലും. അപ്പൊ മടുവൊക്കെ അത് ഇങ്ങനെ കളിപ്പിക്കാനാണെങ്കിൽ 50-60 മില്യൺ കൊടുത്ത് കൊണ്ടുവരുന്ന ഒരു ആവശ്യമില്ല. വേസ്റ്റ് ഓഫ് മണിയാണത്. കാര്യം നമുക്കിപ്പോ വേണമെങ്കിൽ പറയാം നമ്മുടെ പൈസ അല്ല, ക്ലബിന്റെ പൈസ അല്ല പോട്ടെ, പക്ഷെ സ്റ്റിൽ ആ പൈസക്ക് നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാം സുഖമായിട്ട്. അതുകൊണ്ട് മനിയർ ഉള്ളപ്പോ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒരു ആവശ്യമില്ല, ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണത്. അതില് അതേ സമയത്താണ് കഴിഞ്ഞ സീസൺ നമ്മൾ നെറ്റോനെ ലോണിൽ കൊണ്ടുവന്നിട്ട് 2 കളിയാണ് കളിപ്പിച്ചത് ആസ് എ ഗോൾ കീപ്പർ. 2 അതിലെനിക്ക് മണ്ടത്തരമായിട്ട് തോന്നിയ സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് ടൈഡ് ആയിരുന്നു ആ പ്ലെയർ. അപ്പൊ പിന്നെ അവന് കറബാവ് കപ്പിലേ കളിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്തിന് FA കപ്പ് ഒരു കളി കളിച്ചു, തോറ്റു, ഓക്കെ ഫൈൻ. FA കപ്പ് നീ എവിടം വരെ പോവും, അവൻ അവിടം വരെ കളിപ്പിക്കും എന്നൊരു FA കപ്പ് മാത്രം പ്രതീക്ഷയാണ്. കാരണം ചാമ്പ്യൻസ് ലീഗ് നോക്കുമ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് മൊത്തത്തിൽ റായനെ തന്നെ കളിപ്പിച്ചു. ഈവൻ ദോ ലാസ്റ്റ് ഗെയിമിൽ മാത്രം അവൻ കളിച്ചുള്ളൂ. ഷക്തറിനോട് അതില് ഒരു ലോക മണ്ടത്തരോ അവൻ കാണിച്ചു. ഇത്രയും ലോൺ. അതിന്റെ അടുത്ത കേസായിരുന്നു സ്റ്റെർലിംഗ്. ഇപ്പൊ ചെൽസിന്ന് വാങ്ങുന്നതിന്റെ പ്രശ്നങ്ങളല്ല, ആസ് എ പ്ലെയർ ചെൽസി പ്ലെയർ ആണോ അതൊന്നും അല്ല. ബാക്കപ്പ് ഇത്ര 60 മില്യൺ അതൊരു 25 മില്യൺ 30 മില്യൺ ആയിരുന്നെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാം. ഇത് 60 മില്യൺ കൊടുത്തിട്ട് ഒരു പ്ലെയറിനെ ബെഞ്ചിൽ ഇരുത്തണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ലെവലിൽ ആർസൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ട്രോഫി അടിച്ചിട്ടില്ല. ട്രോഫി അടിച്ചിട്ട് ഒരു ടീമിലാണെങ്കിൽ വരുന്നത് നിങ്ങളുണ്ടെങ്കിൽ പറയാം, ഓക്കെ, ഹാപ്പിനെസ്. പിന്നെ ലെഫ്റ്റ് വിങ് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വൈ യു ആർ ലുക്കിംഗ് ഫോർ റോഡ്രിഗോ. അതെ, പക്ഷെ ഞാൻ ലെഫ്റ്റ് വിങ്ങിന്റെ കേസ് വേറൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് എസേ റൂമർ വന്നില്ലേ? അതാണ് റൂമർ വന്നത്. എസേനെ നിങ്ങൾ ലെഫ്റ്റിൽ ഇടാനാണെങ്കിൽ നിങ്ങൾ അർട്ടേറ്റൻ 6 മാസത്തിൽ നിങ്ങൾ പുറത്താക്കണം. എസേ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാ. എസേനെ ലെഫ്റ്റ് വിങ്ങർ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അത് ഏറ്റവും വലിയ മണ്ടത്തരോ. കാര്യം ഒരു 10 ആയിട്ട് കളിക്കുന്ന ഒരു ഫിസിക്കൽ പ്രസൻസ് ആണ് എസെ. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒഡെഗാർഡിന്ന് തരാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ എസെ തരും. എസേനെയും ബാക്കപ്പ് ആയിട്ട് ഇരുത്തുന്നത് ശരിയല്ല, അത് വേറൊരു കാര്യം. അവിടെയാണ് വേറെ ഡൗട്ട് വരുന്നത്. എസേനെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒഡെഗാർഡിന് സബ്, അപ്പൊ വെന്യേരിക്ക് ലെഫ്റ്റ് വിങ് മഡ്വേക്കയും കൂടെ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് വിങ്ങിലും അവൻ ബാക്കപ്പിന്റെ ബാക്കപ്പായി. മിഡ്ഫീൽഡിൽ എസെ വന്നു കഴിഞ്ഞാൽ അവന്റെ അവിടെയും ബാക്കപ്പിന്റെ ബാക്കപ്പായി. അപ്പൊ ഗെയിം ടൈം എവിടെ പറയാൻ പറ്റും? അവിടെ ഒരു കൺഫ്യൂഷനായി. അങ്ങനെ അതും പോട്ടെ,
എസേനെയും ഒഡേഗാർഡിനെയും കളിപ്പിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇവന് ടൈം കൊടുക്കാന്ന് പറഞ്ഞാൽ റൈസും സുബിമെന്റിയും ഇവരെവിടെ കളിക്കും? അവര് തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് 100 മില്യൺ കൊടുത്ത പ്ലെയർ ബെഞ്ചിലിരിക്കോ? ഇല്ല, ഹീസ് എ സ്റ്റാർട്ടർ. സുബിമെന്റി സ്റ്റാർട്ടർ ആയിട്ടാണ് ടീമിലോട്ട് വരുന്നത് തന്നെ, ബെഞ്ചിലിരിക്കാൻ വരൂല, 100% ഷുവറാണ്. അല്ലെ പിന്നെ ഏക കാര്യം ഒഡേഗാർഡിനെ ബെഞ്ചിലിരുത്തുക. ആസ് എ ക്യാപ്റ്റൻ എനിക്ക് തോന്നുന്നില്ല ബെഞ്ചിലിരുത്തുന്നു. അതെ, ഇത്രേ ഉള്ളൂ, ഇതാണ് കൺഫ്യൂഷൻ. എത്ര എസെ വന്ന് 10 കളിച്ച് പൊട്ടൻഷ്യൽ വൈസ്, അതായത് ക്വാളിറ്റി വൈസ് എസെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആഴ്സണൽ ഫാൻസ് തന്നെ പറയും ഹി ഷുഡ് സ്റ്റാർട്ട് ഓവർ ഒഡേഗാർഡ്. പക്ഷെ അത് അർട്ടേറ്റ ചെയ്യില്ല, അതാണ് കാര്യം. റൊട്ടേറ്റ് ചെയ്യാൻ പോലും അർട്ടേറ്റ ചെയ്യില്ല. അർട്ടേറ്റ ഒഡേഗാർഡിനെയും സലീബ, റൈസ്, സാക്ക, ഹാവേർട്സ് ഒരു പരിധി, നിങ്ങൾ സ്ട്രൈക്കർ വന്നാലും നോക്കിയോ അർട്ടേറ്റ മെജോറിറ്റി ഓഫ് ഗെയിംസ് മാക്സിമം കളിപ്പിക്കാൻ നോക്കും ഹാവേർട്സിനെ സ്ട്രൈക്കറായിട്ട്. അപ്പൊ അത് ടാക്ടിക്കലി ഇത് അങ്ങനെയാണ്, ഇത് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. പക്ഷെ സ്റ്റിൽ അത് എസേനെ നിങ്ങൾ ലെഫ്റ്റിൽ ഇടാനാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഒന്ന് വേസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, വേസ്റ്റ് ഓഫ് അവന്റെ ടാലന്റ് ആണ്. അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ആൻഡ് നിങ്ങൾ ബർട്ടയുടെ അണ്ടറിൽ നിങ്ങൾക്ക് നിറച്ച അറ്റാക്കേഴ്സ്. അതാണ് ബർട്ടയുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ, ബർട്ട ഈസ് ലൈക്ക് പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് യൂട്ടിലൈസ് ദീസ് പ്ലേയേഴ്സ്. പ്ലെയർ മറ്റേത് പറ്റുന്നില്ലെങ്കിൽ ഒഡേഗാർഡിന്റെയും ഞാൻ മറ്റേ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞ 125% സ്ട്രോങ് ആയിട്ട് ഗോൾ അടിക്കാൻ പറ്റുന്ന സാധനമേ ഒഡേഗാർഡ് ട്രൈ ചെയ്യുള്ളൂ. എസയുടെ സെയിം സിറ്റുവേഷൻ 75% ഉറപ്പുള്ള സാധനം അവൻ ട്രൈ ചെയ്യും. മോർ ഓർ ലെസ് ആ 75% ട്രൈ ചെയ്യുന്ന സാധനമായിരിക്കും കൂടുതലും കേറാൻ പോകുന്നത് ഗോളായിട്ട്. 125% നമുക്ക് അത്രയും കിട്ടില്ല ചാൻസസ്. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ബെനിഫിഷ്യലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ചിലപ്പം ലോങ് ടേം പേർപ്പസിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം എസേന്നായിരിക്കും കിട്ടുന്നത്. എനിക്ക് ഈ രണ്ട് ഇപ്പം ഒഡേഗാർഡിന് കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്ന ഒരു കേസ് ആണെങ്കിൽ ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. എനിക്ക് ഞാനൊരു കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോഴും ഞാൻ തീരുമാനിച്ചില്ല. എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡേഗാർഡിന്റെ ക്യാപ്റ്റൻസി എടുത്ത് കളയാം. ക്യാപ്റ്റൻസി പ്രശ്നം ഉണ്ടായിട്ടല്ല, ആ ക്യാപ്റ്റൻസി എന്നൊരു സാധനം അവന് ഭയങ്കരമായിട്ട് പ്രഷർ ഇടുന്നുണ്ട്. ആ ഒരു പ്ലെയറിന്റെ ഔട്ട്പുട്ട് മൊത്തത്തിൽ ക്യാപ്റ്റൻസി കാരണം കിട്ടുന്നില്ല. അത് റൈസിനെ പോലത്തെ ഒരു പ്ലെയറിന് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ക്യാപ്റ്റൻസി പ്രൂവൺ ആണ് വെസ്റ്റ് ഹാമിന് വേണ്ടി. അങ്ങനത്തെ ഒരു പ്ലെയറിന് മിഡ്ഫീൽഡോ അല്ലെങ്കിൽ റായക്കോ അല്ലെ ഗബ്രിയലിനോ കൊടുക്കും. റൈസിനൊക്കെ ആ ഒരു സാധനം കൊടുത്തു. കാരണം ഇവർക്ക് ക്യാപ്റ്റൻസി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമോഷണലും ആ ഒരു സിറ്റുവേഷൻ അവർ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് കേപ്പബിൾ ആണ്. ഒഡേഗാർഡിന് ചില സിറ്റുവേഷൻ അത് പറ്റുന്നില്ല. കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നിയ വലിയൊരു കാര്യം അത്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒഡേഗാർഡിനും കോമ്പറ്റീഷനും വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഐ എം ഹാപ്പി. കാരണം അതേ സമയത്ത് ആർസിറ്റി ഇവരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗെയിം ടൈം കൊടുക്കണം. കാരബാവിൽ കളിപ്പിച്ചോ, ചാമ്പ്യൻസ് ലീഗിൽ കളിപ്പിച്ചോ, റെസ്റ്റ് ബാക്കി പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യണം. അത് ചെയ്യാത്തടത്തോളം കാലം ഇവരെ കൊണ്ടുവന്നിട്ട് ബെഞ്ചിൽ ഇരുത്തിട്ട് കാര്യമുണ്ടോ എന്നാണ് എന്റെ കൺഫ്യൂഷൻ. അതെ, എസയുടെ കേസ് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പറയാം. കാര്യം നിറച്ച് ഗെയിംസ് ഉണ്ട്, ഈക്വൽ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് മാറി മാറി കളിക്കട്ടെ, നിറച്ച് കളിയുണ്ടല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മടുവക്കയുടെ കേസ് ഹൈലി കോൺട്രഡിക്റ്റിംഗ് ആണ്. കാര്യം മടുവക്ക ഇത്രയും വില കൊടുത്ത് എസെ പോലെ അല്ല, ഇങ്ങനത്തെ ഒരു 10 പൊസിഷനിൽ നമുക്കൊരു പ്രീമിയം പ്ലെയർ വരുന്നുണ്ട്, നമുക്ക് ഇഷ്യൂ ഇല്ല. കാര്യം നമുക്ക് അവിടെ ക്വാളിറ്റി വൈസ് നമുക്ക് ആർഗ്യൂ ചെയ്യാം ആരാണ് നല്ലതെന്ന് കളി കണ്ടു കഴിഞ്ഞു. പക്ഷെ സാക്കയുടെ കേസ് അതല്ല. ആർസണൽ ടീം ഇപ്പൊ സാക്ക ടീമിലുണ്ടോ? ആർസണൽ പ്ലെയർ ആണെങ്കിൽ സാക്ക ഇസ് എ സ്റ്റാർട്ടർ. ഫസ്റ്റ് ടീം ലൈനപ്പിൽ ഇന്ന് കളി ഉണ്ടെങ്കിൽ കണ്ണും പൊട്ടി ഫസ്റ്റ് പേര് ബുക്കായോ സാക്ക എന്നായിരിക്കും എഴുതാൻ പോണ. അത് കാരണം ഈസ് നോട്ട് എ റീപ്ലേസ്മെന്റ് ഒന്നും അല്ല, ബാക്കപ്പ് ആയിട്ട് അവിടെ ഇരിക്കുക, ബെഞ്ചിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമേ ഉള്ളൂ. അത് ആ സൈനിങ്ങിൽ അതിന് 60 മില്യൺ, ദാറ്റ് ഇസ് എ പ്രോബ്ലം. എനിവേസ് നമ്മൾ ഈ ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ മറ്റേ ഇങ്ങനെ അതിലോട്ട് പോകത്തുള്ളൂ. അപ്പം ലിവർപൂളിന്റെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയില് എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുന്നു, ഈവൻ ലിവർപൂൾ ഫാൻസ് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. സോ എന്താണ് ഇനിയും സൈനിങ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ, അല്ല സെല്ലിംഗ് ആണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ സീസണിൽ ഇനി അങ്ങോട്ട്? ഇപ്പൊ സെയിൽസ് നമ്മളിപ്പോ ലിവർപൂളിന് പൈസക്ക് ആവശ്യമില്ല സെല് ചെയ്തിട്ട്, അതാണ് ഇപ്പൊ കേൾക്കുന്ന റിപ്പോർട്ട്. പൈസക്കല്ല ആവശ്യം, ഫണ്ട് റീകൂപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് പ്രശ്നം നോൺ ഹോം ഗ്രോൺ സ്പോട്ടാണ്. ഞങ്ങൾക്ക് നോൺ ഹോം ഗ്രോൺ സ്പോട്ട് ഇല്ല. ജോട്ട പോയി അതൊരു വോയിഡാണ്, പക്ഷെ അതല്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് നോൺ ഹോം ഗ്രോൺ സ്പോട്ട് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ന്യൂനസിനെയും ഇഫ് പോസിബിൾ ഡിയാസിനെ സെല് ചെയ്യാൻ നോക്കുന്നത്. അപ്പോ
ഡിയാസ് നോട്ട് ഫോർ സെയിൽ എന്നൊക്കെ ഞങ്ങൾ പലതും പറയും. അത് സൗദിയുടെ ഓഫർ അവിടെ ഉള്ളതുകൊണ്ടാണ്. സൗദി ബിഡിടാൻ പോവാണ്. ബാർസലോണ നോക്കുന്നുണ്ടല്ലോ, നിക്കോ ബാർസലോണ നോക്കുന്നുണ്ട്. അപ്പൊ എന്താവും അറിയില്ല. അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അവന് ബാർസയിൽ പോകണം എന്നാണെങ്കിൽ പ്രൈസ് കുറച്ചെങ്കിലും അവനെ വിൽക്കുക. കാര്യം ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ട സ്ഥിതിക്ക് നമ്മളൊരു പ്ലെയറിനെ ഫോഴ്സ് ഔട്ട് ചെയ്ത് പൈസക്ക് വേണ്ടി സൗദിയിലോട്ട് സെല് ചെയ്യുന്നത് ശരിയല്ല. കാര്യം ഇപ്പൊ ഇവിടത്തെ വേജില് ഡിയാസ് ഹാപ്പി അല്ല. സോ അവന് നിക്കണ്ടെങ്കിൽ നിക്കണ്ട. അന്ന് വെച്ച് ബാർസയിലോട്ട് നമ്മൾ ബാർസയിലോട്ട് വിറ്റില്ലെങ്കിൽ അവന്റെ ഡ്രീം ബാർസയിൽ കളിക്കുക എന്നുള്ളതാണ്. ഇഫ് ഹി വാണ്ട്സ് ടു പ്ലേ ഫോർ ബാർസലോണ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന പ്രൈസിന് കുറച്ച് സെല്ല് ചെയ്യാൻ പൈസ ഉണ്ടല്ലോ. ഇല്ല, നിക്കോനെ നോക്കില്ല. കാര്യം അവന്റെ വേജസ് വളരെ ഹൈ ആണ്. വളരെ ഹൈ ആണ് നിക്കോയുടെ വേജസ്. ആൻഡ് അവന് വേറെ സൈൻ ഓൺ ബോണസ് ഒക്കെ വേണം. അതൊന്നും ആരും കൊടുക്കില്ല. ജസ്റ്റ് ഒരു ഓപ്ഷൻ പറഞ്ഞു. ഇനി ഓപ്ഷൻസ് കുറെ ഉണ്ടല്ലോ. ഈവൺ ഇഫ് യു സെൽ പ്രൈസ് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അത്ര എമൗണ്ട് കയ്യിലുള്ളിടത്തോളം കാലം യു ക്യാൻ ഡു ഇറ്റ്. അതൊരു ചിന്ത. അതാണ് ഞാൻ സത്യം പറഞ്ഞ ആലോചിച്ചത്. അപ്പം ഇപ്പൊ നോൺ ഹോം ഗ്രൗണ്ട് സ്പോട്ട് ഫ്രീ ആയി കഴിഞ്ഞാൽ വിൽ ഗോ. എനിക്ക് തോന്നുന്നത് സൈനിങ്സ് ഇനി ഉണ്ടാവും. ഗേഹി വരും. കൊണാട്ടെ സിറ്റുവേഷൻ ഒരു വലിയ തലവേദനയാണ്. കൊണാട്ടെ സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നത് ട്രെൻഡിനെക്കാളും വലിയൊരു പ്രശ്നമാവാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാര്യം ഇപ്പൊ എങ്ങാനും അത് പോയില്ലെങ്കിൽ ഇപ്പൊ മാർച്ചിലാണ് ട്രെൻഡ് അറിയിച്ചത് ഞാൻ ക്ലബ്ബ് വിടുന്നു സ്ലോട്ടിന്. ഇത് മിക്കവാറും അവനൊരു 2 ആഴ്ചത്തെ അൾട്ടിമേറ്റം കൊടുത്തിട്ട് അവൻ എങ്ങാനും ഇപ്പൊ കോൺട്രാക്ട് റൺ ഡൗൺ ചെയ്യാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോട്ട് അവനെ ബെഞ്ച്. ഗേഹി വരും. വേൾഡ് കപ്പ് ഇയർ ആണ്. ഗേഹിക്ക് സുഖമല്ലേ. ഗേഹി ഫുൾ മാച്ചും കളിക്കും. ഹൈ ഫിറ്റ്നസ് ട്രാക്ക് റെക്കോർഡുള്ള പ്ലെയർ ആവും. ഫുൾ മാച്ചും കളിക്കും. അപ്പൊ വാൻഡൈക്കിനെ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് അവിടെ വേറെ സെന്റർ ബാക്കിന് ഇടും. ജോ ഗോമസും ഫിറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വേൾഡ് കപ്പ് ഇയറിൽ ഒരു സലീബയുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സെന്റർ ബാക്ക് വേൾഡ് കപ്പിൽ ബെഞ്ചിലിരിക്കും. അപ്പൊ അതൊരു വലിയ പ്രശ്നം. അത് ഇപ്പൊ സത്യം പറഞ്ഞ കുറെ പ്ലേയേഴ്സിന് സ്വയം കേപ്പബിലിറ്റി പ്രൂവ് ചെയ്യാനുള്ള സീസൺ. കാരണം ദേ ഷുഡ് ബി ഇൻ ദ വേൾഡ് കപ്പ് ടീം എന്ന് പറഞ്ഞ സംഭവം പ്രൂവ് ചെയ്യാനുള്ള സീസണാണ് സത്യം പറഞ്ഞ കുറെ പ്ലേയേഴ്സിന്. ഇപ്പം ഈവൻ ദോ ഇപ്പൊ സലീബ ഇപ്പം ഇത്ര ഭയങ്കര സ്ട്രോങ് ആണ് പോലും സലീബയ്ക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു സീസണാണ് ഇത്. അതുപോലെ ഗേയ്ക്ക് പ്രൂവ് ചെയ്യേണ്ട സീസണാണ്. അതുപോലെ ഈ പറയുന്ന യോക്കറസിനാണെങ്കിലും പല പ്ലേയേഴ്സിനും പ്രൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിപ്പം. ഇസാക്കിനാണെ പോലും സ്വീഡന് അവൻ സ്റ്റാർട്ടർ ആണെ പോലും അവർക്കൊക്കെ ഒരു സ്ട്രോങ് ബേസ് വേൾഡ് കപ്പിന് വേണ്ടി വേണമല്ലോ. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇസാക്ക് നിങ്ങൾക്ക് വരും തോന്നുന്നുണ്ടോ? ഞാൻ പറയില്ല. ഇപ്പൊ ആഴ്സണലിന്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറയാം. ഞാനിപ്പോ എന്റെ ക്ലബിന്റെ ബേസിലല്ല പറയുന്ന കാര്യം. ഇപ്പൊ ആഴ്സണലാണ് പ്രീമിയർ ലീഗ് അടിച്ചത്. ആഴ്സണൽ പ്രീമിയർ ലീഗ് അടിച്ചു. ന്യൂകാസിലിന് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. ന്യൂകാസിലില് ഇസാക്ക് ഏൺ ചെയ്യുന്ന വേജ് ട്രിപ്പിയറിന്റെ വേജ് ആണ്. ഇപ്പൊ 120K ആണ് ഏൺ ചെയ്യുന്നത്. ഇപ്പൊ ഇസാക്ക് അൺടച്ചബിൾ ആണ്. ഇസാക്കിന്റെ വില ഇവരിട്ടിരിക്കുന്നത് 150 to 200 million ആണെന്ന് ഇരിക്കട്ടെ. ഇവന് 3 വർഷത്തെ കോൺട്രാക്ട് ഉണ്ട്. ഇവന്റെ വേജിൽ ഹാപ്പി അല്ല. ഇവനാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ഇപ്പൊ കറന്റ്ലി ആസ് ഓഫ് നൗ ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കേഴ്സ് ഇൻ പ്രീമിയർ ലീഗ്. ഹാലൻഡും ഇസാക്കൊക്കെയാണ് ബെസ്റ്റ് സ്ട്രൈക്കേഴ്സ്. ഇവന് ഈ ബെസ്റ്റ് സ്ട്രൈക്കറിന് കിട്ടേണ്ട ഒരു വേജ് അല്ല അവിടെ കിട്ടുന്നത്. ഹീസ് അൺഹാപ്പി വിത്ത് ഇറ്റ്. ഒന്നുകിൽ അവൻ ചോദിക്കുന്ന വേജ് ന്യൂകാസിൽ കൊടുക്കേണ്ടി വരും. ന്യൂകാസിൽ അത് കൊടുക്കാൻ പറ്റില്ല. എംബു മോന് 200K അവർ കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. അവർക്ക് PSR ഇഷ്യൂ ഉണ്ട്. വേജ് സ്ട്രക്ചർ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അവരത് കൊടുക്കില്ല. പിന്നെ അവന് ഇപ്പൊ പറയും ഹീൽ ടേൺ 26 സെപ്റ്റംബറിൽ അവനൊരു കരിയർ ഓപ്പർച്യൂണിറ്റി വരികയാണ്. പ്രീമിയർ ലീഗ് ചാമ്പ്യൻസിന്റെ കൂടെ പോയി കളിക്കുക. അല്ലെങ്കിൽ വേണ്ട. ഇപ്പൊ ബാർസയ്ക്ക് ഇപ്പൊ ഒരു സ്ട്രൈക്കർ ഇപ്പൊ ഈ സീസണിൽ ഒരു സ്ട്രൈക്കർ വേണമെന്നുണ്ടെങ്കിൽ അവർ ഇസാക്കിന് നോക്കുകയാണെങ്കിൽ വൈ നോട്ട് കൺസിഡർ എ മൂവ്. കാര്യം യു ഗെറ്റ് എ ബെറ്റർ സാലറി. പ്രൈം ഇയേഴ്സിൽ ബെസ്റ്റ് ക്ലബ് ലെറ്റ്സ് ഫേസ് ഇറ്റ് ന്യൂകാസിലിനെക്കാളും എന്തുകൊണ്ടും എല്ലാ ഫോർമാറ്റിലും ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്ലബ്സ് ആണ് ലിവർപൂളും ആർസണലും ബാർസയും സിറ്റി ഒക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്ലബിൽ പ്രൈമിൽ കളിക്കാന്ന് വെച്ചാൽ അടുത്ത സീസണിൽ എന്താവും നമുക്ക് അറിയില്ല. നാളെ എന്ത് സംഭവിക്കുന്ന പോലും ഇപ്പൊ അറിയില്ല നമുക്ക്. അപ്പൊ അതാണ്. അപ്പൊ ഒബ്വിയസ്ലി ഇതിൽ കൺസിഡർ മൂവ്. പേഴ്സണൽ ടേംസിന്റെ ഒരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ജനുവരി മുതലേ സ്ലോട്ടും റിച്ചാർഡ് ഹ്യൂസും എല്ലാവരും ഇസാക്കിന്റെ ക്യാമ്പായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സ്ലോട്ട് ഇസാക്കായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത്. സോ എനിക്കൊന്ന് പേഴ്സണൽ ടേംസ് ഒരു ഇഷ്യൂ ആവാൻ വഴിയില്ല. ആൻഡ് കോസ്റ്റ് ആണ് ഒരു ക്വസ്റ്റ്യനബിൾ. ഇവിടെ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ പേഴ്സണൽ ടേംസ് ഇഷ്യൂ അല്ല, വേജ് ഇഷ്യൂ അല്ല, വേറൊന്നുമല്ല. ഓൺലി തിങ് ഇസ് ന്യൂകാസിൽ കിടന്ന് കളിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആവശ്യം നിങ്ങൾക്ക് അത് ഇസാക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഏജന്റ് ആൻഡ് ഇസാക്ക് ഷുഡ് പുഷ് ദ മൂവ്. അതെ.
ഒന്ന് അതാണ്. രണ്ട് എന്ന് വെച്ചാൽ ന്യൂകാസലിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അവർക്ക് പൈസ ഇല്ല. അവർക്ക് PSR ഇഷ്യൂ ഉണ്ട്, അവർക്ക് നല്ല പൈസയുടെ ഇഷ്യൂ ഉണ്ട്, അവർക്ക് നിറച്ച് സ്പേസ് ഉണ്ട് സ്ക്വാഡിൽ, അതായത് ഫില്ല് ചെയ്യാനായിട്ട്. മേർഫി പോയി, അവിടെ ഒരാൾ വേണം. അവർക്കൊരു ബാക്കപ്പ് സ്ട്രൈക്കർ വേണം, അതില്ല. ഒരു സെന്റർ ബാക്ക് വേണം, എങ്ങാനും ലിവറമെന്റോ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫുൾ ബാക്ക് വേണം. ഒരു മിഡ്ഫീൽഡർ വേണം റൊട്ടേറ്റ് ചെയ്യാൻ. ഇതൊന്നും അവർക്കില്ല. അവർക്ക് മുടക്കാൻ പൈസ ഇല്ല. ട്രാഫോർഡിന് ബിഡ് കൂട്ടി വെക്കാൻ അവർക്ക് പൈസ ഇല്ല. എന്നിട്ട് എങ്ങനെ അവർ എഗ്രി ചെയ്തതാണ് ട്രാഫോർഡിന് കീപ്പർ. അപ്പോ എനിക്ക് തോന്നുന്നത് ദേ നീഡ് ഫണ്ട്സ്, സെല്ലബിൾ അസറ്റ്സ് ഉണ്ട് ടീമിൽ. ഗുമാറസ് വിൽ സ്റ്റേ, ഗുമാറസ് പോവില്ല അവിടുന്ന്, വേൾഡ് കപ്പ് ഇയർ ആണ്, അവിടെ തന്നെ കളിക്കും, ചാമ്പ്യൻസ് ലീഗ് ഉള്ളത്. ദേ വിൽ ഹാവ് ടു സെൽ ഗോർഡൻ ആൻഡ് ഇസാക്ക്, അല്ലാണ്ട് അവർക്ക് വേറൊരു വഴിയില്ല. അവർക്ക് പൈസ ഇല്ല, അവർക്ക് റീബിൽഡ് ചെയ്തേ പറ്റൂ ആ ടീം. കാര്യം എഡി ഹൗവിന്റെ സ്റ്റൈല് വെച്ച് ഈ ഒരു 11 ഓടില്ല പകുതി സീസണിലുള്ള, എസ്പെഷ്യലി ചാമ്പ്യൻസ് ലീഗ് ഉള്ളപ്പോ. അപ്പോ ദേ വിൽ കൺസിഡർ സെല്ലിംഗ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇസാക്ക് ഡീല് ഇമ്പോസിബിൾ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം പോകും, ഇസാക്ക് ഓർ ഗോർഡൻ. അവർക്ക് ഇസാക്ക് അല്ലെങ്കിൽ ഗോർഡൻ ആരെങ്കിലും ഒരാൾ അവര് സെല്ല് ചെയ്യും, അത് ഉറപ്പുള്ള കാര്യം, 100% ഉറപ്പാണ്. കാര്യം ഇപ്പൊ വേറൊരു കാര്യം തന്നെ ആലോചിച്ചാ പോരെ. കാര്യം ഇവര് ജോ പെട്രോനെ മേടിക്കാൻ പോയി. ഇപ്പൊ നേരത്തെ മഡുവക്കയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ യു ഹാവ് ഇസാക്ക് ദർ. ഇസാക്ക് ഉള്ളപ്പോ എന്തിനാണ് 60 മില്യൺ കൊടുത്ത് ജോ പെട്രോ? വേറൊരു റൂമർ കേട്ടത് ജോ പെട്രോ സ്റ്റാർട്ടർ റോൾ ഇല്ലെങ്കിൽ ജോ പെട്രോ പോവില്ലെന്നാണ് കേട്ടത്. അപ്പൊ ഇതൊക്കെ വളരെ കോൺട്രഡിക്റ്റിംഗ് ആണ്. പിന്നെ വേറൊരു കാര്യം, ന്യൂകാസിലിന് എപ്പോഴായാലും സെല്ല് ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞു കോസ്റ്റിന്റെ കേസ് നോക്കുമ്പോഴും ദേ ഷുഡ് ബി സെല്ലിംഗ് ഹിം. കാര്യം ഈ പൈസ കിട്ടിയല്ലോ, വിൽ ഗെറ്റ് 130 മില്യൺ പൗണ്ട്സ് ആണ് കേൾക്കുന്നത്. 130 മില്യൺ പൗണ്ട്സിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നത് കേൾക്കുന്നു. ആൻഡ് ദേ ഹാവ് ആർഗ്യുലേറ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് അവർക്ക്. സോ അവർക്ക് അത് 2 ഡീലായിട്ട് നടത്തും, 1 ഡീലായിട്ടാണോ പ്ലാൻ എന്നൊന്നും അറിയില്ല. എനിക്കൊന്ന് കോസ്റ്റ് വൈസ് എനിക്ക് തോന്നുന്നത് 150 മില്യൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലബും അവരുടെ പ്ലേയിങ് സ്റ്റൈലിൽ ഞാനിപ്പോ സത്യം പറഞ്ഞ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇസാക്കിനെ വിറ്റാ പോലും ദേ ക്യാൻ ബൈ 1 പ്ലെയർ പ്ലസ് വാട്കിൻസിന്റെ ഡീൽ ഇപ്പൊ മാർസിൽ നോക്കിയില്ല നടന്നില്ലെങ്കിൽ വാട്കിൻസിന് അവരുടെ പ്ലേയിങ് സ്റ്റൈൽ നോക്കി കഴിഞ്ഞാലും ഹി വുഡ് ഫിറ്റ് ഇൻ ദാറ്റ് ഗെയിം. ഞാൻ ഇത് പറയില്ല വാട്കിൻസിന് അവിടെ വിൽക്കണം എന്നല്ല, ആർസണൽ വാങ്ങിക്കുക, ദാറ്റ് ഈസ് ഡിഫറെന്റ്. അങ്ങനത്തെ ഒരു പ്ലെയർ അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കറാണ് അവർക്ക് അവരുടെ ഗെയിം സ്റ്റൈലിൽ അത്യാവശ്യമായിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലെയർ അവർക്ക് വന്നാൽ അവർക്ക് ബെനിഫിഷ്യലാ. അപ്പം ഇത്രയും ഫണ്ട് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്ലെയറിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 2 പ്ലെയറിനെ അവർക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ബെനിഫിഷ്യൽ. ഇപ്പൊ ഗോൾഡൻ ആണെ പോലെ അവർ നോക്കുന്നത് 80 to 90 മില്യൺ ആണ് അവർ നോക്കുന്നത് മിനിമം. അപ്പൊ പിന്നെ ഇത് ഇസാക്കിന്റെ കേസ് വളരെ കോമഡിയാണ്. ഞാൻ പറഞ്ഞില്ല, കാര്യം പ്ലെയർ പുഷ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇടുന്നല്ല, ഹീ വോണ്ട് ടു മൂവ്. ആൻഡ് വേറൊരു കാര്യം, ഇസാക്ക് ഡീൽ ഇമ്പോസിബിൾ ആയിരുന്നെങ്കിൽ ഓൾറെഡി ലിവർപൂൾ അത് അറിഞ്ഞിട്ടുണ്ടോ? കാര്യം പോൾ മിച്ചൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു, അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ. അപ്പൊ ട്രാൻസ്ഫർ ഡീലൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന എഡി ഹൗ. ഈ എഡി ഹൗ റിച്ചാർഡ് ഹ്യൂസിന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, കൂടെ ഒരു ഫുട്ബോൾ കളിച്ചിട്ടുള്ളവരാണ് ഒരേ ക്ലബിൽ. അപ്പൊ അവർ ഓൾറെഡി അത് അറിഞ്ഞാന് അത് ഇമ്പോസിബിൾ ആയിരുന്നെങ്കിൽ. അപ്പൊ അത് ആരും ടേൺ ഡൗൺ ചെയ്തിട്ടില്ല. അപ്പൊ സിറ്റുവേഷൻ ഓപ്പൺ ആണ്. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ എനിക്ക് തോന്നുന്നത് ന്യൂനസ് സെയിൽ നടക്കണം. കാര്യം ന്യൂനസ് സെയിൽ നടന്നാലേ നമുക്ക് അവിടെ ഒരു നോൺ ഹോം ഗ്രൗൺ സ്പോട്ട് ഉള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി ഈ ഡീൽ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന വരെ ഒന്നും നടന്നാണ്, ലാസ്റ്റ് മൂവ്മെന്റ് ചിലപ്പം പെട്ടെന്നൊരു നടക്കുമായിരിക്കും. മേ ബി ഒരു പറയുകയാണെങ്കിൽ ഡെഡ് ലൈൻ ഡേ അല്ലെങ്കിൽ ആ വീക്ക് മേ ബി അവിടം വരെ ഇത് പതുക്കെ സൈലന്റ് ആയിട്ട് പോവും. അത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ. ഹോപ്പ്ഫുള്ളി നോക്കാം. എന്തായാലും ഞങ്ങൾക്ക് കിട്ടൂല, ഞങ്ങൾ എന്തായാലും അത്ര സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ 2 കാര്യങ്ങൾ. ഒന്ന്, യോക്കറസ് വരണം എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എന്റെ ആസ് എ ഫാൻ ഞാൻ നോക്കുമ്പോൾ എന്റെ ഇഷ്ടത്തിന് ആ ടീമിൽ അത്യാവശ്യം യോക്കറസ് എന്ന് എനിക്ക് തോന്നുന്നു. മോസ്റ്റ് പ്രോബബ്ലി സെസ്കോ വരാനാണ് ചാൻസ്. പക്ഷെ ആസ്ലായതുകൊണ്ട് വാട്കിൻസ് വരും, അതാണ് ഓക്കെ. കാരണം ഇപ്പം മോസ്റ്റ്ലി റൂമേഴ്സ് കണ്ടിട്ട് ഈ 2 സെസ്കോ യോക്കറസ് നോക്കി കഴിഞ്ഞാൽ യോക്കറസ് മോർ ഇൻട്രസ്റ്റഡ് ടുവേർഡ്സ് കമ്മിങ് ടു ആർസണൽ ദാൻ സെസ്കോ. സെസ്കോ മറ്റേ നടുക്ക് നിൽക്കുക, അവിടെ നിന്നാലും കുഴപ്പമില്ല എനിക്ക് ഇവിടെ നിന്ന്. പക്ഷെ യോക്കറസ് എനിക്ക് ആർസണൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രൂവ് ചെയ്യും എന്നൊരു ഒരു ത്വര കാണിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലെയറിനെ ഇത്രയും ഡിലേ ചെയ്യുന്ന എന്തിനാന്ന് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല ആ കാര്യത്തിൽ. അത് 2 കാര്യമുണ്ട്. ഞാൻ സെസ്കോയുടെ കേസ് പറഞ്ഞാൽ അവന് 21 വയസ്സേ ഉള്ളൂ. അവന് ഇത്രയും പെട്ടെന്നൊരു വലിയൊരു മൂവല്ലേ, ആർസണലിലോട്ടൊരു വലിയ മൂവാണ്. അതൊരു വലിയ ബേർഡനാണ് ഒരു സ്ട്രൈക്കറിന്. അല്ലെങ്കിൽ ഇപ്പൊ ബുണ്ടസ്ലീഗയിൽ വന്ന് ഇവിടെ വന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഹാലൻഡിന്റെ അത്ര എലീറ്റ് ആയിരിക്കണം. അതിന്റെ അത്ര നല്ലൊരു ക്രിയേറ്റർ ബാക്കിൽ വേണം, അത്ര നല്ലൊരു ബേസ്മെന്റ് വേണം. അപ്പൊ ആ ഹാലൻഡ് വന്ന സമയത്ത് ആ ടീമിൽ ആകെ മിസ്സിംഗ് ഉണ്ടായിരുന്ന ഹാലൻഡായിരുന്നു.
ഹാലൻഡ് വന്ന ഓരോ സീസണിൽ ട്രബിൾ അടിച്ചു. അപ്പൊ അത്ര നല്ലൊരു ബേസ്മെന്റ് വേണം. അപ്പൊ അത് ചിലപ്പോ സെസ്കോ റിസ്ക് എടുക്കാൻ റെഡി അല്ലായിരിക്കും അവന്റെ കരിയറിന്റെ കാര്യത്തിൽ. കാര്യം അവന് ഇവിടെ ഒന്ന് പ്രൂവ് ചെയ്തില്ലെങ്കിൽ അവനല്ലേ നഷ്ടം. കോമൺ സെൻസ് അല്ലേ അതിപ്പോ ബ്രോ പറഞ്ഞില്ലേ ആസ് എ ലിവർപൂൾ ഫാൻ ബ്രോ അത് പറഞ്ഞു. ഞാനിപ്പോ നമ്മൾ ചിന്തിക്കുമ്പം ആർസണൽ ഇപ്പൊ അത്യാവശ്യം എന്താ നമുക്ക് ലോങ് ടേം പർപ്പസിനല്ല, നെക്സ്റ്റ് സീസൺ പ്രൂവ് ചെയ്തേ പറ്റൂ. ദാറ്റ് ഈസ് ഡെഡ് ലൈൻ ഫോർ ആർസണൽ. പല രീതിയിലും ഫോർ ആർച്ചറ്റ ഡെഡ് ലൈൻ ആണ് നെക്സ്റ്റ് സീസൺ. നമ്മൾ ഇത്രയും ചാൻസ് കൊടുത്ത് നെക്സ്റ്റ് സീസണിൽ കപ്പടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ലെസ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ പ്രൂവൺ ആയിട്ടുള്ള യോക്കറസ് അല്ലേ ബെറ്റർ എന്ന് ആര് ചിന്തിക്കുമ്പോ ഇതാ ഇപ്പൊ സെസ്കോ ഓക്കെ ഫൈൻ, യോക്കറസിനെ 2 സീസൺ കളിപ്പിച്ചു അല്ലെ 3 സീസൺ കളിപ്പിച്ചു, അപ്പോഴും സ്റ്റിൽ സെസ്കോ ഈസ് 24 3 സീസൺ കഴിയുമ്പോൾ. അപ്പൊ സൈൻ ചെയ്തൂടെ? ഇപ്പൊ ഇവനെ വിറ്റിട്ട് ആ സമയത്ത് ഇഫ് യു ഗെറ്റ് 1 or 2 ട്രോഫീസ് വിത്തിൻ ദ 3 years സ്പാൻ, ഇവനെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് PSR ഇഷ്യൂസ് ഉണ്ടാവില്ല, സെയിലും വരും, പ്ലേയേഴ്സും വരാൻ തയ്യാറാ, അവന് കുറച്ച് എക്സ്പീരിയൻസും ആവും. വിച്ച് ഇസ് ബിറ്റ് കോമൺ സെൻസ് ചിന്തിക്കുമ്പോ ഇതാണ് ഭേദം. ആ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോ ഇതാണ് ഭേദം. പക്ഷെ ആർച്ചറ്റയുടെ ഓരോരോരോ ഇത് മറ്റേ ബെർട്ടയുടെ ഓരോ ചിന്തകൾ എന്താ നടക്കുന്നതെന്ന് ബാക്ക് എൻഡ് എനിക്ക് ഞാനത് എപ്പോഴും ആകാശ് ബ്രോയുടെ സ്ട്രീമിലാണോ വാർ റൂമിലാണോ ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ട്. കാര്യം ഹൈലി കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള വ്യൂസ് ആണ് രണ്ടുപേർക്കും. ഇപ്പൊ ബെർട്ട ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു എലീറ്റ് ലെവൽ സ്പോർട്ടിംഗ് ഡയറക്ടർ, ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള സ്പോർട്ടിംഗ് ഡയറക്ടർ. കാര്യം പുള്ളി 800 million അടുത്ത് പുള്ളി ഓവറോൾ അറ്റാക്കേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത്ലറ്റിക്കോ. അതില് ജോ ഫെലിക്സ് ഉണ്ട്, ആൽവറസ് ഉണ്ട്, ഗ്രീസ്മാനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ഗ്രീസ്മാനെ കൊണ്ടുവന്നത് പുള്ളിയെ. ഇപ്പൊ ബെർട്ട ഒരു ഹൈ പ്രൊഫൈൽ സ്പോർട്ടിംഗ് ഡയറക്ടറാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഹീൽ ഹാവ് ഹിസ് ഓൺ വ്യൂസ്. പിന്നെ പുള്ളി എക്സ്പീരിയൻസിനല്ലേ വാല്യൂ കൊടുക്കുള്ളൂ. പുള്ളി ഒരു അപ്കമിങ് ടാലന്റിന് വേണ്ടി പൈസ മുടക്കി ഇതാവേണ്ട കാര്യമില്ല, എസ്പെഷ്യലി ഇൻ പ്രീമിയർ ലീഗ്. കാര്യം ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ടീമാണ്. ആകെ ഒരു മിസ്സിംഗ് സ്പോട്ടാണ് സ്ട്രൈക്കർ. നിങ്ങൾ എന്തിൽ പൈസ മുടക്കുന്നതിന് മുമ്പ് സ്ട്രൈക്കറാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടിയിരുന്നത്. കാര്യം സ്ട്രൈക്കറിന് ആവശ്യമുള്ള കുറെ ക്ലബുകൾ ഉണ്ട് ഇപ്പോഴും, ലിവർപൂൾ അടക്കം. ലിവർപൂൾ ഉണ്ട്, യുണൈറ്റഡ് ഉണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റില്ല ഏതൊക്കെ ക്ലബ്ബ് വരും. അവിടെ നിൽക്കാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പോയി, സെസ്കോ പോയി. യോക്കറസിന്റെ കാര്യം അതാണ്, ഈസ് ലൈക്ക് റിജക്ടിങ് യുണൈറ്റഡ്. പല ക്ലബിനെ റിജക്ട് ചെയ്തിട്ട് വെയിറ്റിംഗ് ഫോർ ആർസണൽസ് ഡിസിഷൻ, വേറെ എന്തെങ്കിലും ഡിസൈഡ് ചെയ്യാൻ. അപ്പൊ അത്രയ്ക്ക് ഡെസ്പറേറ്റ് ആയിട്ട് ടീമിന് വേണ്ടി പെർഫോമും ചെയ്ത് 53-60 ഗോൾ അടിച്ച ഒരു പ്ലെയറിനെ നമ്മള് പ്രൂവൺ പ്ലെയറിനെ കൊണ്ടുവരാതിരിക്കുന്നതിലാണ് എന്റെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ദ ഓൺലി പ്രോബ്ലം. കാരണം നമ്മള് ജനുവരി വിൻഡോയിൽ ഒരാളെ പോലും സ്ട്രൈക്കറായിട്ടോ ആരെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ സൈൻ ചെയ്യാതെ ഇരുന്നത് നമുക്ക് മറ്റേ ലോങ് ടേം പർപ്പസ് സൈനിങ്സ് ടാർഗറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്ര നാളായിട്ട് ആ ടാർഗറ്റ്സ് ക്ലോസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ പ്രോബ്ലം. മനസ്സിലായോ? അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഇപ്പൊ പക്ഷെ വേറെ ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ എഡു ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടാർഗറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് അത് മാത്രം നോക്കിക്കൊണ്ടിരിക്കാണ്ട് ഇവിടെ വേറെ 2-3 സൈനിങ്സ് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഈവൻ ദോ ഇറ്റ് ഇസ് ഫ്രിഞ്ച് സൈനിങ്സ് ആണെങ്കിൽ, നമുക്ക് ബാക്കപ്പ് സൈനിങ്സ് ആണെങ്കിൽ പോലും അത് കംപ്ലീറ്റ് ആയി, പിന്നത്തേക്ക് നമ്മൾ അത് വെക്കുന്നില്ല. ഈ ഒരു മേജർ സൈനിങ്സ് പിടിച്ച് ഡിലേ ആവുന്നുണ്ട്. അത് നമുക്ക് ഓൾറെഡി ഹിസ്റ്ററി ഉള്ളതാണ്, ഇത് നടക്കുന്നുണ്ട്. ബട്ട് അവിടെ വേറെയും ഡീൽസ് നടക്കുന്നുണ്ട്, വേറെയും നോക്കുന്നുള്ളത് കൊണ്ട് ഐ വുഡ് സേ 1 step ahead. ബെർട്ട ഒരു സ്റ്റെപ്പ് മേളിലാണ്. മൊത്തത്തിൽ ബെറ്റർ ആണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സ്റ്റെപ്പ് മേളിൽ ആ എക്സ്പീരിയൻസ് കാണിക്കുന്നുണ്ട്. അതാണ് എനിക്കൊരു പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു ഔട്ട്സൈഡർ എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പൊ കാണുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡുവിനും പകുതി മുക്കാൽ പണി എടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അർട്ടേറ്റ ട്രാൻസ്ഫേഴ്സിൽ കൈയിടുന്നതുകൊണ്ടാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അർട്ടേറ്റ ട്രാൻസ്ഫേഴ്സിൽ കൈയിടുന്ന ഒരു മാനേജർ. ക്ലോപ്പിനെ പോലെ തന്നെ ക്ലോപ്പും ട്രാൻസ്ഫേഴ്സിൽ വളരെ കൈയിട്ടിരുന്ന ഒരാളാണ്. ടാലന്റ് ഐഡി വളരെ മോശം 2 മാനേജേഴ്സിന്റെ. അപ്പോ ഇഫ് യു ഹാവ് എ ഗുഡ്, ഇപ്പൊ ബെർട്ടയുടെ കേസ് എസ്പെഷ്യലി, ഇപ്പൊ ഇത്രയും നല്ല ടാലന്റ് ഐഡി, ഇത്രയും നല്ല പുള്ളിക്ക് സ്വന്തം സ്കൗട്ടിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് ബെർട്ടയ്ക്ക്. അപ്പൊ ഇങ്ങനത്തെ ഒരാളുള്ളപ്പോ എനിക്ക് തോന്നുന്നു ഇറ്റ് വിൽ ബി ഗുഡ് ടു ഗിവ് ദ ജോബ്. ഒരു കോച്ച് പുള്ളി പറയുന്ന രീതിയിൽ മാത്രമല്ലല്ലോ, വരുന്ന പ്ലെയറിനെ പുള്ളിയുടെ രീതിയിൽ കൊണ്ടുവരിക, അല്ല ആ സിസ്റ്റത്തില് പ്ലെയേഴ്സിന്റെ സിസ്റ്റത്തിനനുസരിച്ച് ടാക്ടിക്സ് മാറ്റുക. അതാണല്ലോ കോച്ചിന്റെ പണി. അതെ, അല്ല ഇപ്പൊ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറിനോട് സാധാരണ ഒരു മാനേജർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണ്ട പ്രൊഫൈൽ ഇതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് മാത്രം പറഞ്ഞത്. അല്ലാണ്ട് ഇന്ന പ്ലെയർ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട വേണം എന്ന് പറഞ്ഞ് അത് സത്യം പറഞ്ഞ ബെർട്ട യോക്കിയറസിന് വേണ്ടി വാശി പിടിക്കുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവോ എനിക്കറിയില്ല. അർട്ടേറ്റ സെസ്കോന് വേണ്ടി എന്തിനാ പോകുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സെസ്കോന് വേണ്ടി പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതാണ് അർട്ടേറ്റയുടെ ഒരു
അത് അർട്ടേറ്റ പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരു സൈനിങ് ആയിട്ട് തന്നെ തോന്നുന്നു എനിക്ക് പക്ഷെ എത്രയും വേഗം ഇത് സോൾവ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അത് വലിയൊരു എനിക്കിപ്പം പ്രശ്നമാണ്. ഇതിപ്പം നീണ്ടുപോയാൽ ഇനിയും ഒരാഴ്ച നീണ്ടുപോയാലും എനിക്ക് കുഴപ്പമില്ല. ബിഫോർ ജൂലൈ 15th to 19th അപ്പോഴാണ് നമ്മുടെ പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ഈ സാധനം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. അതിന് അതെ മുന്നേ ഇടയിൽ ഭയങ്കര മറ്റേ നമ്മൾ ആർസനൽ ഇഷ്ടപ്പെടുന്നു, നോക്കുന്നു, മറ്റേ ഇനിയും ബിഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ കഥ ഇറങ്ങിയാലും എത്ര പേര് എത്ര കഥ ഇറക്കിയാലും കുഴപ്പമില്ല. ബിഫോർ പ്രീ സീസൺ പ്ലെയർ ആർസനൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ എം മോർ ദാൻ ഹാപ്പി. എത്ര ട്രാജിക് സ്റ്റോറി മറ്റേ നമ്മൾ മറ്റേ കഥ എഴുതൂലേ സിനിമയ്ക്ക് വേണ്ടി, മറ്റേ ത്രില്ലർ പോലെ എഴുതുന്ന പോലെ, മറ്റേ ട്വിറ്ററിലൊക്കെ എഴുതുന്ന പോലെ, അത് എനിക്കത് വിഷയമില്ല. പ്രീ സീസൺ മുന്നേ പ്ലെയർ വരണം, അതും സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള എല്ലാ പ്ലെയേഴ്സും. അതെ ഈവൻ ദോ ലെഫ്റ്റ് വിങ് വന്നില്ലല്ലോ, റോഡ്രിഗോയുടെ സീൻ വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, സ്ട്രൈക്കർ വരണം അത്യാവശ്യം. അതെ കാരണം മാർട്ടിനിൽ വെച്ച് ആദ്യത്തെ 2-3 കളി നമുക്ക് ഓടിക്കാം, അതെ കുഴപ്പമില്ലാത്ത കാര്യമാണ്. റോഡ്രിഗോ ഡിലേ ആവും എന്നറിയാം, കാരണം ക്ലബ് വേൾഡ് കപ്പ് കഴിയാണ്ട് പറ്റൂല എന്ന് നമുക്ക് അത് ക്ലിയർ പിക്ചർ ഉണ്ട്. അതെ അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് വെക്കാം എന്നും പറയാം. ബാക്കി സൈനിങ്സ് എന്ത് നടന്നില്ലേലും സ്ട്രൈക്കർ ബിഫോർ ജൂലൈ 19th വന്നു കഴിഞ്ഞാൽ ഐ എം മോർ ദാൻ ഹാപ്പി വിത്ത് ദ ട്രാൻസ്ഫർ വിൻഡോ. ഇപ്പൊ അതെ എസയുടെയും മെഡുവൊക്കെ നടന്ന് വെന്യേരിയുടെയും കൂടെ നടന്ന് സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും എനിക്ക്. അതെ ഇത്രയും സൂപ്പർ ട്രാൻസ്ഫർ വിൻഡോ ആർച്ചറ്റയുടെ അണ്ടറിൽ വന്നിട്ടില്ല എന്ന് വേണം പറയാം, അതെ ഈ എല്ലാ സൈനിങ്സും പക്കയായിട്ട് നടന്നു കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും ബ്രോ 51 മിനിറ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പം നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. കുറെ നാൾക്ക് ശേഷമാണ് നമ്മളൊരു ഡിസ്കഷൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയും ഫ്യൂച്ചറിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. അപ്പം എല്ലാവർക്കും ഞാൻ ജസ്റ്റ് ഒരു ഹെഡ്സപ്പ് വരുവാണ്. മല്ലു ടോക്സ് ആർസനലിലൊരു പുതിയ ഒരു ഇംഗ്ലീഷ് ചാനലായിട്ട്, ഇംഗ്ലീഷ് ഫോക്കസ്ഡ് ആയിട്ട് ആർസനൽ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കേൾക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് MTA 360, ബ്രോയിൻ്റെ അടുത്തും കൂടെ പറയാം, MTA 360 ഫ്രണ്ട്സിനോട് അറിയിക്കുക. MTA 360 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു സബ് ചാനൽ പോലെ തുടങ്ങിയിട്ടുണ്ട്. സോ ഇതൊരു ഒത്തന്റിക് മലയാളം ചാനലായിട്ട് തന്നെ മല്ലു ടോക്സ് ആർസനൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും, പിന്നെ ഒരു ഇംഗ്ലീഷും ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരെ ഇന്റഗ്രേറ്റ് ചെയ്യാനും വേണ്ടി MTA 360 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ നെക്സ്റ്റ് വീക്കിന് മൺഡേക്കുള്ളിൽ ഫസ്റ്റ് വീഡിയോ അതിൽ ലോഞ്ച് ആവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അതിലും കുറച്ച് ലിവർപൂളും അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കഷൻസ് നമുക്ക് അതിലും കാണാം. സോ എനിവേസ് താങ്ക് യു ബ്രോ, ഇത്രയും ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്തതിൽ. നമുക്ക് ഇനിയും ഒരു ഡിസ്കഷൻ സീസൺ തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു പ്രൊഡിക്ഷനും അങ്ങനത്തെ പല പല വീഡിയോസ് നമുക്ക് പ്ലാൻ ഉണ്ട്, നമുക്ക് അതിൽ കൂടാം. അതിന് മുന്നേ ആറാട്ടം പോഡ്കാസ്റ്റ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്ക് എല്ലാവരുടെയും ഷെഡ്യൂൾ നോക്കിയിട്ട് നമുക്ക് ഒരു ദിവസം ഇരിക്കാം. അപ്പൊ എനിവേസ് താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ജോയിനിങ്. ബൈ ബ്രോ, അപ്പം ടേക്ക് കെയർ. ശരി, ഓക്കെ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ലിവർപൂൾ സെഷനായിട്ടുള്ള ട്രാൻസ്ഫർ വിൻഡോ ഒരു ചെറിയ ഡിസ്കഷൻ. ലിവർപൂൾ പെർസ്പെക്റ്റീവിൽ ആർസണൽ ഡിസ്കഷനും ഇതിൽ നമ്മൾ കണ്ടു. ഇതുപോലെ ചെൽസി ഉണ്ടാവും, ടോട്ടനം ഉണ്ടാവും, മാന്യു, ഞങ്ങളിങ്ങനെ ഓരോന്നും പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. അതുപോലെ MTA 360 നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, അതിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നിങ്ങളുടെ ഓരോ ഐഡിയാസും ഓരോ നിങ്ങളുടെ കമന്റ്സും ആണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. കമന്റ് ചെയ്യുക, എല്ലാ കമന്റ്സും നിങ്ങൾ പറ്റുന്നത്രയും ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ഓൾമോസ്റ്റ് നമ്മൾ 1500 ആയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ 1500 എത്തും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഹാവ് എ നൈസ് ഡേ. ബൈ.